ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് രാത്രി നമ്മൾ 1800കളുടെ തുടക്കത്തിലെ ഷ്രൂസ്ബെറി എന്ന ഇംഗ്ലണ്ടിലെ ഒരു ചെറിയ ഇംഗ്ലീഷ് പട്ടണത്തിലേക്ക് യാത്ര പോകുകയാണ്. നിങ്ങളിപ്പോൾ ഒരു ഭൂപടം നോക്കിയാൽ ആ പട്ടണം ഇപ്പോഴും അവിടെയുണ്ട്. ശാന്തവും പച്ചപ്പും നദികളും പാലങ്ങളും പഴയ കെട്ടിടങ്ങളും നിറഞ്ഞ ഒരു സുന്ദരമായ പട്ടണം. ചാൾസ് ഡാർവിൻ എന്ന ആൺകുട്ടിയെക്കുറിച്ചാണ് നമ്മുടെ കഥ. നിങ്ങൾ മുമ്പ് അദ്ദേഹത്തിൻ്റെ പേര് കേട്ടിട്ടുണ്ടാകും. കാലക്രമേണ ജീവജാലങ്ങൾ എങ്ങനെ മാറുന്നു എന്ന് കണ്ടെത്തിയ മനുഷ്യനാണ് അദ്ദേഹം. ഇന്ന് നമ്മൾ പരിണാമമെന്ന് സംസാരിക്കാൻ കാരണം അദ്ദേഹമാണ്. പക്ഷേ ഡാർവിൻ ഒരു പ്രതിഭാശാലിയായ ശാസ്ത്രജ്ഞനായി ജനിച്ചിട്ടില്ല. ഏതൊരു കുട്ടിയെയും പോലെ അദ്ദേഹം ആരംഭിച്ചു. ജിജ്ഞാസയും കളിയും. സ്കൂളിൽ പലപ്പോഴും വിരസതയും അവനുണ്ടായിരുന്നു. ഈ കഥ ഏകദേശം 200 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചതാണ്. അന്ന് വീടുകളിൽ സ്മാർട്ട് ഫോണുകളോ ഇൻ്റർനെറ്റോ വൈദ്യുതിയോ ഇല്ലായിരുന്നു. അത് വളരെ വ്യത്യസ്തമായ ഒരു കാലമായിരുന്നു. ലോകം ഏതാനും 1000 വർഷങ്ങൾ മാത്രം പഴക്കമുള്ളതാണെന്ന് ആളുകൾ കരുതി. എല്ലാ മൃഗങ്ങളും സസ്യങ്ങളും അത് എങ്ങനെ ആയിരുന്നുവോ അങ്ങനെ തന്നെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെന്നും ഒരിക്കലും മാറില്ലെന്നും അവർ വിശ്വസിച്ചു. പക്ഷേ ചാൾസോ? അദ്ദേഹം അപകടകരമായ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം. നിങ്ങൾ സുഖമായി കിടക്കുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സ്ലംബർ സാഗ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു നിമിഷം എടുക്കൂ. എന്നാൽ നിങ്ങൾക്ക് ഈ കഥ ശരിക്കും ഇഷ്ടമാണെങ്കിൽ മാത്രം. പിന്നെ നിങ്ങൾ എവിടെ നിന്നാണ് കേൾക്കുന്നത്, ഇപ്പോൾ അവിടെ എത്ര സമയമായി എന്നതിനെക്കുറിച്ച് ഒരു കമൻ്റ് ഇടുക. ആരൊക്കെ എവിടെ നിന്നൊക്കെയാണ് ഈ കഥ കേൾക്കുന്നതെന്ന് എനിക്കറിയാൻ താൽപ്പര്യമുണ്ട്. ഇപ്പോൾ ലൈറ്റുകൾ ഡിം ചെയ്യുക. ഒരു മൃദുവായ പശ്ചാത്തല ശബ്ദത്തിനായി ഒരു ഫാൻ ഓണാക്കുക. ഇന്ന് രാത്രിയിലെ യാത്രയിൽ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. പുസ്തകങ്ങളെക്കാൾ കൂടുതൽ ചെറിയ പ്രാണികളെയും വണ്ടുകളെയും ഇഷ്ടപ്പെടുന്ന ഒരു ആൺകുട്ടിയിൽ നിന്നാണ് ഇത് ആരംഭിക്കുന്നത്. ചാൾസ് ഡാർവിൻ 1809 ഒരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ചു. അദ്ദേഹത്തിൻ്റെ പിതാവ് ഡോക്ടർ റോബർട്ട് ഡാർവിൻ ബഹുമാന്യനായ ഒരു ഡോക്ടറായിരുന്നു. അദ്ദേഹത്തിന് 8 വയസ്സുള്ളപ്പോൾ അമ്മ മരിക്കുന്നു. അതിനുശേഷം ചാൾസ് കൂടുതലും സഹോദരിമാരുടെയും പുസ്തകങ്ങളുടെയും ചുറ്റുപാടിൽ വളരുന്നു. പക്ഷേ സ്കൂൾ പുസ്തകങ്ങളല്ല, പുറത്ത് കല്ലുകൾ കൊണ്ട് കുഴിക്കുകയോ പ്രാണികളെ പിടിക്കുകയോ ചെയ്യാൻ ചാൾസ് ആഗ്രഹിക്കുന്നു. ചില കുട്ടികൾ ആക്ഷൻ ഫിഗറുകൾ ശേഖരിക്കുന്നത് പോലെ അദ്ദേഹം വണ്ടുകളെ ശേഖരിക്കുന്നു. അതെ, അന്ന് വിദ്യാർത്ഥികൾക്കിടയിൽ യഥാർത്ഥത്തിൽ വണ്ടുകളെ കണ്ടെത്തൽ മത്സരങ്ങളുണ്ടായിരുന്നു. ചാൾസ് വളരെ സ്ട്രിക്റ്റായ ഒരു സ്കൂളിലാണ് പഠിച്ചിരുന്നത്. അവിടെ അധ്യാപകർ ലാറ്റിൻ, പുരാതന ചരിത്രങ്ങൾ എന്നിവ കൊണ്ട് അവൻ്റെ തല നിറയ്ക്കാൻ ശ്രമിക്കുന്നു. അവൻ ബുദ്ധിമുട്ടുന്നു. അവൻ മിടുക്കനല്ലാത്തതുകൊണ്ടല്ല, പക്ഷേ അവന് താൽപ്പര്യമില്ലാത്തതുകൊണ്ടാണ്. അവൻ ശാസ്ത്രം പഠിക്കാൻ ഇഷ്ടപ്പെടുന്നു. നിങ്ങൾക്ക് സ്പർശിക്കാനും മണക്കാനും ചവയ്ക്കാനും കഴിയുന്ന തരം ശാസ്ത്രം. മിക്ക ആളുകൾക്കും അറിയാത്ത ഒരു രസകരമായ വിശദാംശം എന്തെന്നാൽ ഡാർവിൻ ഒരിക്കൽ ഒരു മൂങ്ങയെ ഭക്ഷിച്ചിരുന്നു. അതെ, ശരിക്കും. ചെറുപ്പത്തിൽ കേംബ്രിഡ്ജിലെ ഗവൺമെന്റ് ക്ലബ് എന്ന ഗ്രൂപ്പിൽ അദ്ദേഹം ചേർന്നു. അവരുടെ ലക്ഷ്യം വ്യത്യസ്ത മൃഗങ്ങളെ രുചിക്കുക എന്നതായിരുന്നു. അച്ഛൻ തന്നെപ്പോലൊരു ഡോക്ടറാകണമെന്ന് ആഗ്രഹിച്ചിട്ടും ശസ്ത്രക്രിയയുടെ കാഴ്ച ചാൾസിന് സഹിക്കാൻ കഴിഞ്ഞില്ല. ഓർമ്മിക്കുക, ഇത് അനസ്തേഷ്യയ്ക്ക് മുൻപുള്ള കാലഘട്ടമായിരുന്നു. രോഗികളെ മയക്കുന്നില്ല. രോഗികൾ ഉണർന്നിരിക്കുന്നതിനാൽ അന്നത്തെ ശസ്ത്രക്രിയാ വിദഗ്ധർക്ക് വേഗത്തിൽ ജോലി ചെയ്യേണ്ടി വന്നിരുന്നു. ആ ദിവസങ്ങളിലെ ഒരു ശസ്ത്രക്രിയ പോലും നിങ്ങൾക്ക് അതിജീവിക്കാൻ കഴിയുമായിരുന്നില്ല, മെഡിക്കൽ സ്കൂളുകളിൽ പോലും. അപ്പോൾ അവൻ്റെ പദ്ധതി മാറുന്നു. പക്ഷേ ചാൾസ് ഒരു പുരോഹിതനോ മതനേതാവോ ആയി മാറിയേക്കാം. അക്കാലത്ത് വിദ്യാഭ്യാസ സമ്പന്നരായ പുരുഷന്മാർക്ക് അതൊരു സാധാരണ ബാക്കപ്പ് ജോലിയായിരുന്നു. ദൈവശാസ്ത്രം പഠിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം കേംബ്രിഡ്ജിലേക്ക് പോകുന്നത്. പക്ഷേ അതിശയകരമെന്നു പറയട്ടെ, അദ്ദേഹം ഇപ്പോഴും തൻ്റെ സമയത്തിൻ്റെ ഭൂരിഭാഗവും വണ്ടുകളെ വേട്ടയാടാനും പ്രകൃതിയെക്കുറിച്ച് വായിക്കാനുമാണ് ചെലവഴിക്കുന്നത്. ഇവിടെയാണ് വിധി കടന്നുവരുന്നത്. കേംബ്രിഡ്ജിൽ അദ്ദേഹം യഥാർത്ഥ ശാസ്ത്രത്തിൽ താൽപ്പര്യമുള്ള കുറച്ചു പ്രൊഫസർമാരെ കണ്ടുമുട്ടുന്നു. അവരിൽ ഒരാൾ ഡാർവിൻ്റെ ഉപദേഷ്ടാവും സുഹൃത്തുമായി മാറുന്ന ഒരു സസ്യധാത്ര പ്രൊഫസറായ ജോൺ ഹെൻസ്ലോ. ഹെൻസ്ലോ ചാൾസിൽ എന്തോ പ്രത്യേകത കാണുന്നു. അദ്ദേഹം ഒരു തികഞ്ഞ വിദ്യാർത്ഥിയായതുകൊണ്ടല്ല, മറിച്ച് മറ്റു വിദ്യാർത്ഥികൾ ചോദിക്കാൻ ആഗ്രഹിക്കാത്ത ചോദ്യങ്ങൾ അദ്ദേഹം ചോദിക്കുന്നതുകൊണ്ടാണ്. ഒരു കാര്യം എന്താണെന്ന് മാത്രമല്ല, അത് എന്തുകൊണ്ട് അങ്ങനെയാണ് സംഭവിക്കുന്നതെന്നറിയാനും ചാൾസ് ആഗ്രഹിക്കുന്നു. ഡാർവിൻ യൂണിവേഴ്സിറ്റി പൂർത്തിയാക്കുമ്പോഴേക്കും തൻ്റെ ജീവിതം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അദ്ദേഹത്തിന് ഇപ്പോഴും ഉറപ്പില്ല. അവൻ 22 വയസ്സ്, അസ്വസ്ഥനും. എപ്പോഴും ഓരോന്നാലോചിച്ചുമാണ് അവൻ്റെ നടപ്പ്. പിന്നെ ഒരിക്കൽ ഒരു കത്ത് വരുന്നു. അതൊരു ക്ഷണമാണ്.
ലോകമെമ്പാടുമുള്ള ഒരു നീണ്ട യാത്രയ്ക്കായി ബ്രിട്ടീഷ് നാവികസേന HMS ബീഗിൾ എന്ന കപ്പൽ ഒരുക്കുകയാണ്. ഇത് പ്രധാനമായും ഒരു മാപ്പിംഗ് ദൗത്യമാണ്. തെക്കേ അമേരിക്കയുടെ തീരപ്രദേശങ്ങൾ ചാർട്ട് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നു. എന്നാൽ സസ്യങ്ങളെയും മൃഗങ്ങളെയും പാറകളെയും പഠിക്കാൻ കഴിയുന്ന ഒരാളെയും അവർക്ക് കപ്പലിൽ വേണം. പ്രകൃതിയെക്കുറിച്ച് അറിയാവുന്ന ഒരാൾ. പ്രൊഫസർ ഹെൻസ്ലോ ഡാർവിനെ ശുപാർശ ചെയ്യുന്നു. ഇപ്പോൾ ട്വിസ്റ്റ് ഇതാണ്. ഡാർവിനെ കുടുംബം പോകാൻ സമ്മതിക്കുന്നില്ല. അച്ഛൻ കരുതുന്നത് അതൊരു മോശം ആശയമാണെന്നാണ്. ഒരു നീണ്ട കടൽ യാത്രയോ? അപകടകരമാണ്. അനിശ്ചിതത്വം. ഒരു ശരിയായ ജോലിയല്ല. പക്ഷേ ഭാഗ്യവശാൽ ഒരു അമ്മാവൻ ചാൾസിനെ പോകാൻ അനുവദിക്കണമെന്ന് കുടുംബത്തെ ബോധ്യപ്പെടുത്തുന്നു. അവിടെയാണ് എല്ലാം എന്നേക്കുമായി മാറാൻ തുടങ്ങുന്നത്. ഡാർവിൻ വീട്ടിൽ തന്നെ ഇരുന്നാൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്നതിനെക്കുറിച്ച് ചരിത്രകാരന്മാർ അവരുടെ കാപ്പിക്കുടി സന്ദർഭങ്ങളിൽ സംസാരിക്കാറുണ്ട്. മറ്റാരെങ്കിലും പരിണാമം കണ്ടുപിടിക്കുമായിരുന്നോ? ഒരു പക്ഷേ. ഇല്ലായിരിക്കാം. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്. ബീഗിൾ എന്ന കപ്പൽ യാത്ര ഇല്ലായിരുന്നെങ്കിൽ ചാൾസ് ഡാർവിൻ വലിയൊരു പ്രാണിശേഖരവും വലിയ കണ്ടെത്തലുകളും ഒന്നുമില്ലാത്ത മറ്റൊരു നാടൻ മനുഷ്യൻ മാത്രമായിരുന്നേനെ. ഇപ്പോൾ നിങ്ങളിതൊന്ന് സങ്കല്പിക്കുക. 1831 ഡിസംബർ ഇംഗ്ലണ്ടിലെ പ്ലിമൗത്തിൽ നിന്ന് HMS ബീഗിൾ കപ്പൽ പുറപ്പെടാനൊരുങ്ങുകയാണ്. ഏകദേശം 90 അടി മാത്രം നീളമുള്ള ഒരു ചെറിയ കപ്പലാണിത്. വർഷങ്ങളെടുക്കുന്ന ഒരു യാത്രയ്ക്കുള്ള ആളുകളും ഉപകരണങ്ങളും സാധനങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഡാർവിൻ്റെ ക്യാബിൻ ചെറുതാണ്. ഉണങ്ങിയ ചെടികളുടെ പെട്ടികളുടെയും സംരക്ഷിത മൃഗങ്ങളുടെ പെട്ടികളുടെയും അരികിൽ അയാൾക്ക് ഉറങ്ങേണ്ടി വരുന്നു. അത് ദുർഗന്ധം വമിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. കടൽ ഇളകി മറിയുന്നു. ചാൾസിന് ഭയങ്കര കടൽക്ഷോഭം അനുഭവപ്പെടുന്നു. യാത്രയുടെ ആദ്യ കുറച്ചാഴ്ചകൾ കപ്പലിൻ്റെ വശത്ത് അവൻ തൂങ്ങിക്കിടക്കുന്നു. പക്ഷേ ഓക്കാനം അവന് സഹിക്കാൻ പറ്റുന്നില്ല. അവൻ ആവേശഭരിതനാണ്. പക്ഷെ ഓരോ ദ്വീപും, എല്ലാ തീരപ്രദേശങ്ങളും, അവർ കാണുന്ന എല്ലാ വിചിത്രജീവികളും, ഇതെല്ലാം അദ്ദേഹത്തിന് പുതിയതാണ്. അത് അദ്ദേഹത്തിൻ്റെ മനസ്സിനെ ചോദ്യങ്ങളാൽ ചുറ്റിക്കുന്നു. ഓരോ ദ്വീപിലെയും മൃഗങ്ങൾ വ്യത്യസ്തരായിരിക്കുന്നതെന്തുകൊണ്ട്? വംശനാശം സംഭവിച്ച ജീവികളുടെ ഫോസിലുകൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന മൃഗങ്ങളെപ്പോലെ കാണപ്പെടുന്നത് എന്തുകൊണ്ട്? ചില ജീവിവർഗങ്ങൾ അവയുടെ പരിസ്ഥിതിയുമായി ഇത്ര കൃത്യമായി പൊരുത്തപ്പെടുന്നതായി തോന്നുന്നതെന്തുകൊണ്ട്? ഇതൊക്കെയായിരുന്നു ഡാർവിൻ്റെ സംശയങ്ങൾ. ബീഗിൾ ഇതുവരെ തെക്കേ അമേരിക്കയിൽ എത്തിയിട്ടില്ല. ഡാർവിന് ഇതിനകം ഉത്തരങ്ങളെക്കാൾ കൂടുതൽ ചോദ്യങ്ങളാണുള്ളത്. എന്നാൽ ജിജ്ഞാസയുടെ കാര്യം അതാണ്. നിങ്ങൾ തയ്യാറാണോ എന്നത് പ്രശ്നമല്ല. അത് നിങ്ങളുടെ കൈപിടിച്ച് മുന്നോട്ട് വലിക്കുന്നു. ബീഗിൾ ബ്രസീലിൻ്റെ തീരത്തേക്ക് സഞ്ചരിക്കുമ്പോൾ ചക്രവാളത്തിൽ ഇടതൂർന്ന വനങ്ങളും മരങ്ങളിൽ നിന്ന് കുരങ്ങുകൾ എന്തൊക്കെയോ വിളിച്ചു പറയുന്നതായും അവൻ കേൾക്കുന്നു. യുവ ചാൾസ് ഡാർവിൻ കയ്യിലൊരു നോട്ട്ബുക്കുമായി റെയിലിങ്ങിൽ ചാരി നിൽക്കുന്നു. ലോകത്തെ കാണുന്ന രീതി അവൻ മാറ്റാൻ തുടങ്ങുകയാണ്. അങ്ങനെ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ സൗമ്യമായി ആടിയുലയുന്ന HMS ബീഗിൾ തെക്കേ അമേരിക്കയുടെ തീരത്തേക്ക് യാത്ര തുടങ്ങുന്നു. വർഷം ഇപ്പോഴും 1832 വെറും 22 വയസ്സുള്ള ചാൾസ് ഡാർവിൻ ജീവിതത്തിലെ ഏറ്റവും വലിയ സാഹസികതയിലാണ്. ബീഗിളിൻ്റെ ചുമതല വഹിച്ചിരുന്ന ക്യാപ്റ്റൻ റോബർട്ട് ഫിറ്റ്സ്റോയ്ക്ക് ചില ശക്തമായ അഭിപ്രായങ്ങളുണ്ടായിരുന്നു. അയാൾ ആളുകളുടെ മുഖം നോക്കി അവരുടെ സ്വഭാവം വായിക്കുന്നതിൽ മിടുക്കനായിരുന്നു. അദ്ദേഹം ആളുകളെ അവരുടെ തലയുടെയും മുഖഭാവങ്ങളുടെയും ആകൃതി നോക്കി വിലയിരുത്തി. അങ്ങനെയിരിക്കെ ഡാർവിൻ്റെ മൂക്ക് നോക്കി അത് തെറ്റായ ആകൃതിയിലാണെന്ന് പറഞ്ഞ് അദ്ദേഹം ഡാർവിനെ ആ യാത്രയിൽ ഉൾപ്പെടുത്തുന്നതിനെ എതിർത്തു. നമ്മുടെ ഒരു മൂക്ക് കാരണം നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഒരു യാത്രയിൽ നിന്ന് നമ്മളെ അവഗണിക്കുന്നതിനെക്കുറിച്ചൊന്ന് ഓർത്തു നോക്കൂ. എന്നാൽ ചാൾസുമായി നേരിട്ട് സംസാരിച്ചതിന് ശേഷം ഫിറ്റ്സ്റോയ് തൻ്റെ മനസ്സ് മാറ്റി. ഇനി നമുക്ക് ഈ കപ്പലിനെ കുറിച്ച് സംസാരിക്കാം. ബീഗിൾ ഒരു വിനോദസഞ്ചാര കപ്പലൊന്നുമല്ല. ഇതൊരു ചെറിയ തിരക്കേറിയ കുലുങ്ങിപ്പോകുന്ന കപ്പലാണ്. ആദ്യം ഇതൊരു യുദ്ധത്തിനായി നിർമ്മിച്ച കപ്പലായിരുന്നു. പിന്നീടാണ് ഇത് ഗവേഷണത്തിന് വേണ്ടിയിട്ട് മാറ്റിയത്. കപ്പൽ വളരെ ഇടുങ്ങിയതായിരുന്നു. അതിൽ ഏകദേശം 70 പുരുഷന്മാരുണ്ട്. കപ്പലിൽ ഉപ്പുരസമുള്ളതും ഉണങ്ങിയതുമായ ഭക്ഷണമാണുള്ളത്. മാത്രമല്ല കപ്പലാകെ കടൽപ്പായൽ, വിയർപ്പ്, നനഞ്ഞ കയറുകൾ എന്നിവയുടെ മണം പരന്നിരുന്നു. ഡാർവിന് മിക്കവാറും എല്ലാ ദിവസവും സീ സിക്നസ് ഉണ്ടായിരുന്നു. അത് ചെറിയ രീതിയിലായിരുന്നില്ല, കഠിനമായിട്ട് തന്നെ ഡാർവിനെ അത് ബാധിച്ചിരുന്നു. എന്നാൽ കപ്പൽ കരയ്ക്കെത്തിയപ്പോഴേക്കും ഡാർവിന് സുഖം പ്രാപിച്ചിരുന്നു. അവൻ ചാടി വീഴുന്നു, കടൽ തീരങ്ങളും വനങ്ങളും നദികളും പര്യവേക്ഷിക്കുന്നു. അവൻ മൈലുകൾ നടക്കുന്നു, പാറകൾ പെറുക്കുന്നു, സസ്യങ്ങൾ ശേഖരിക്കുന്നു, പ്രാണികളെ പിന്തുടരുന്നു. ഇവിടെയാണ് ഡാർവിൻ ഏറ്റവും അധികം തിളങ്ങുന്നത്. ബ്രസീലിൽ അവൻ ആദ്യമായി മഴക്കാടുകൾക്ക് അകത്ത് കിടക്കുന്നു.
അതൊരു സ്വപ്നം പോലെ തോന്നുന്നു എന്നവൻ തൻ്റെ ജേണലിൽ എഴുതുന്നു. അകത്തേക്ക് കയറുന്തോറും വള്ളികൾ കൊണ്ട് മൂടപ്പെട്ട വലിയ വലിയ മരങ്ങൾ അവൻ്റെ മുന്നിലേക്ക് വരുന്നു. തിളക്കമുള്ള തത്തകൾ അതിനിടയിലൂടെ പാറിപ്പറക്കുന്നു. അവൻ്റെ കൈയുടെ വലിപ്പമുള്ള ചിത്രശലഭങ്ങൾ കടന്നുപോകുന്നു. ഇത്രയും മനോഹരമായ കാഴ്ചകൾ എനിക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും സങ്കല്പിച്ചിട്ടില്ല. ഇത് ഡാർവിന് ഒരു ഹോബി മാത്രമല്ല. പ്രകൃതി അവനോട് സംസാരിക്കുന്നു. അവൻ പ്രകൃതിയെ നിരീക്ഷിക്കുന്നു. ബീഗിളിൻ്റെ ദൗത്യം തീരപ്രദേശങ്ങൾ, പ്രത്യേകിച്ച് തെക്കേ അമേരിക്കയ്ക്ക് ചുറ്റുമുള്ള ഭൂപ്രദേശങ്ങൾ മാപ്പ് ചെയ്യുക എന്നതാണ്. ഡാർവിൻ്റെ ജോലി അനൗദ്യോഗികമാണ്. ക്യാപ്റ്റന് അവനൊരു ജെന്റിൽമാൻ കമ്പാനിയനാണ്. പക്ഷെ പ്രായോഗികമായി അവൻ കപ്പലിൻ്റെ പ്രകൃതിശാസ്ത്രജ്ഞനാണ്. അസ്ഥികൾ, കക്കകൾ, തൂവലുകൾ, പൂക്കൾ എന്നിവയെല്ലാം അവൻ ശേഖരിക്കുന്നു. ചിലപ്പോൾ അവ പെട്ടികളിൽ നിറച്ച് ഇംഗ്ലണ്ടിലേക്ക് അയക്കുന്നു. ഒരിക്കൽ പോസ്റ്റ് ഓഫീസിൽ ഒരാൾ ഒരു പെട്ടി തുറന്നു നോക്കിയപ്പോൾ അതിൽ മദ്യത്തിൽ മുക്കിയ 40 ഭരണി വണ്ടുകൾ കണ്ടെത്തുന്നു. ആദ്യകാല സ്റ്റോപ്പുകളിലൊന്ന് അർജന്റീനയാണ്. ഇവിടെ ഡാർവിൻ പമ്പാസ് എന്നറിയപ്പെടുന്ന പുൽമേടുകളിലേക്ക് ഗൗച്ചോസ് എന്നറിയപ്പെടുന്ന പ്രാദേശിക കോബോയ്മാരോടൊപ്പം സവാരി ചെയ്യുന്നു. അവൻ നക്ഷത്രങ്ങൾക്കടിയിൽ ഉറങ്ങുന്നു. വറുത്ത അർമാഡില്ലോ, അതായത് ഈനാമ്പേച്ചിയെ കഴിക്കുന്നു. കാട്ടിൽ മൃഗങ്ങളെ എങ്ങനെ ട്രാക്ക് ചെയ്യാമെന്ന് പഠിക്കുന്നു. ഗൗച്ചോകളെ കണ്ടിട്ട് ഡാർവിന് വളരെയധികം അത്ഭുതമാകുന്നു. കാരണം അവർ ശക്തരും അഭിമാനബോധമുള്ളവരുമാണ്. ഡാർവിൻ ഒരു കുതിരയെ സ്വന്തമായി വാങ്ങി ഒരു യഥാർത്ഥ പര്യവേക്ഷകനെ പോലെ തുറന്ന വയലുകളിലൂടെ സവാരി ചെയ്യുന്നു. ഒരു ദിവസം തീരത്തിനടുത്തുള്ള ഒരു പാറക്കെട്ടിലൂടെ നടക്കുമ്പോൾ ഡാർവിൻ ഒരു പാറക്കെട്ടിൽ നിന്ന് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന വിചിത്രമായ എന്തോ ഒന്ന് കാണുന്നു. അവൻ മുകളിലേക്ക് കയറി കൂടിക്കിടക്കുന്ന മണ്ണ് നീക്കിയപ്പോൾ അവിടെ നിന്നും ഒരു വലിയ ഫോസിൽ കണ്ടെത്തുന്നു. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ഒരു ഭീമൻ ഗ്രൗണ്ട് സ്ലോത്തിൻ്റെ, അഥവാ മരങ്ങളിൽ വസിക്കാതെ പ്രധാനമായും നിലത്ത് ജീവിച്ചിരുന്ന ഒരു തരം സസ്തനിയുടെ ഫോസിലായി ഇത് മാറുന്നു. അതിൻ്റെ ഏറ്റവും വിചിത്രമായ കാര്യം, ഇന്നത്തെ സ്ലോത്തിനോട് ഇതിനതിശയമായി സാമ്യമുണ്ട്. വെറും ഒരു 10 ഇരട്ടി വലിപ്പം മാത്രമേ കൂടിയിട്ടുള്ളൂ. അവൻ കൂടുതൽ ഫോസിലുകൾ കണ്ടെത്തുന്നു. വലിയ അസ്ഥികൾ, തലയോട്ടികൾ എല്ലാം ഇപ്പോൾ നിലവിലില്ലാത്ത മൃഗങ്ങളുടേതാണ്. പക്ഷേ എന്തുകൊണ്ട്? എന്താണ് അവയെ തുടച്ചു നീക്കിയത്? അവയുടെ ആകൃതി ആധുനിക മൃഗങ്ങളുമായി പൊരുത്തപ്പെടുന്നതെന്തുകൊണ്ട്? ബീഗിളിലേക്ക് മടങ്ങുമ്പോൾ ഡാർവിൻ ഫോസിലുകളെയും അവയോട് സാമ്യമുള്ള ജീവജാലങ്ങളെയും ഉറ്റുനോക്കുന്നു. ഒരു ചോദ്യം മനസ്സിൽ രൂപം കുറിക്കുന്നു. അവനെ വർഷങ്ങളോളം പിന്തുടരുന്ന ഒരു ചോദ്യം. ദൈവം എല്ലാ ജീവികളെയും ഇങ്ങനെ സൃഷ്ടിച്ചതാണെങ്കിൽ ചിലത് മാത്രം എന്തിനപ്രത്യക്ഷമാകുന്നു? പിന്നെ എന്തുകൊണ്ടാണ് വംശനാശം സംഭവിച്ചവയുടെ ഒപ്പമുള്ളവ വംശനാശം സംഭവിച്ചവയുടെ ചെറിയ വെർഷൻ പോലെ കാണപ്പെടുന്നത്? ഈ സമയത്ത് ഡാർവിൻ ഭൂമിശാസ്ത്രത്തെയും പഠിക്കുന്നു. പാറകളെക്കുറിച്ചും ഭൂകമ്പമുണ്ടാകുന്നതെക്കുറിച്ചും ശ്രദ്ധിക്കുന്നു. ചിലിയിൽ അവനൊരു വലിയ ഭൂകമ്പം അനുഭവിക്കുന്നു. ഭൂമി അത്ര കനത്ത രീതിയിൽ വിറയ്ക്കുന്നു. അതിനെ തുടർന്ന് തീരപ്രദേശത്തിൻ്റെ ഒരു ഭാഗം തന്നെ അന്തരീക്ഷത്തിലേക്ക് പൊങ്ങുന്നതായിട്ട് ഡാർവിൻ കാണുന്നു. കടൽത്തീരത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളും കടലിന് മുകളിൽ ഉയരുന്നു. ഡാർവിന് ഒരു പ്രധാന കാര്യം മനസ്സിലാകുന്നു. ഭൂമി തന്നെ കാലത്താൽ മാറുന്നുണ്ട്. ഭൂമിക്ക് ഉയരാൻ കഴിയുമെങ്കിൽ പർവ്വതങ്ങൾ എപ്പോഴും അവിടെ ഉണ്ടായില്ലായിരിക്കാം. മേ ബി ഭൂമി ആളുകൾ കരുതുന്നതിലും വളരെ പഴയതായിരിക്കാം. ഇത് ഡാർവിൻ്റെ ചിന്തയുടെ ഒരു പ്രധാന ഭാഗമായി മാറുന്നു. ഭൂമിക്ക് സാവധാനം മാറാൻ കഴിയുമെങ്കിൽ ഒരുപക്ഷെ ജീവിതത്തിന് മാറാൻ കഴിയും. ഈ ഘട്ടത്തിൽ ഡാർവിൻ പരിണാമത്തെ സംശയിച്ചിരുന്നു എന്ന് ചരിത്രകാരന്മാർ പലപ്പോഴും ചർച്ച ചെയ്യാറുണ്ട്. യെസ്, ആ ആശയം ഇതിനകം തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉദിച്ചു തുടങ്ങിയിരുന്നു. മറ്റുള്ളവർ കരുതുന്നത് അദ്ദേഹം ഇപ്പോഴും ഡാറ്റ ശേഖരിക്കുകയായിരുന്നു എന്നാണ്. അതിപ്പോഴും ഉറപ്പില്ല. സത്യം ഇതിനെ ഇടയിലാണ്. ഡാർവിൻ അതിമനോഹരമായി ആസ്വദിച്ചിരുന്നെങ്കിലും അത്രയും ജാഗ്രതയോടെ മുന്നോട്ടു പോയ ആളായിരുന്നു. ആശയങ്ങൾ വരച്ചും നിരീക്ഷണങ്ങൾ എഴുതിയും നോട്ട്ബുക്കുകൾ നിറച്ച അദ്ദേഹം ആലോചനകൾ രൂപപ്പെടുത്തി. ഒരിക്കൽ അദ്ദേഹം വീട്ടിലേക്ക് കത്തുകൾ അയച്ചു. അത് ഡാർവിൻ്റെ സഹോദരിമാരെ ഏറെ വിഷമിപ്പിച്ചു. പ്രാണികൾ നിറഞ്ഞ കൂടാരങ്ങളിൽ ഉറങ്ങുന്നതിനെക്കുറിച്ചും പാറക്കെട്ടുകളിൽ നിന്ന് വീഴുന്നതിനെക്കുറിച്ചും ശീലമില്ലാത്ത മാംസം കഴിക്കുന്നതിനെക്കുറിച്ചും അവനവൻ്റെ കുടുംബത്തിലേക്ക് കത്തുകൾ എഴുതി. അവൻ്റെ വിവരത്തിനായി ഏകദേശം 5 വർഷത്തോളം ആ കുടുംബം കാത്തിരുന്നിട്ടുണ്ടാവും. ബീഗിൾ തീരത്തേക്ക് നീങ്ങുമ്പോൾ ഡാർവിൻ തെക്കേ അമേരിക്കയുടെ തെക്കേ അറ്റത്തുള്ള തണുത്തുറഞ്ഞ ഭൂമിയായ
ടിയറ ഡെൽ ഫ്യൂഗോ സന്ദർശിക്കുന്നു. അവിടെ താമസിക്കുന്ന ആളുകൾ അവൻ മുമ്പ് കണ്ടിട്ടുള്ളവരിൽ നിന്ന് തികച്ചും വ്യത്യസ്തരാണ്. അവരുടെ വ്യത്യസ്ത സംസ്കാരങ്ങളും ജീവിത രീതികളും കണ്ട് ഡാർവിൻ ഞെട്ടിപ്പോയി. മൃഗങ്ങളെപ്പോലെ മനുഷ്യരും അവർ താമസിക്കുന്ന സ്ഥലവുമായി പൊരുത്തപ്പെടുന്നുവെന്ന് അവൻ മനസ്സിലാക്കാൻ തുടങ്ങുന്നു. അർജന്റീനയുടെ ഒരു ഭാഗത്ത് അവനൊരു അർമാഡില്ലോയെ കണ്ടുമുട്ടുകയും അതിന്റെ പുറന്തോട് താൻ മുൻപ് കണ്ടെത്തിയൊരു ഫോസിലുമായി മാച്ച് ആവുന്നുണ്ടെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു. ഇതിപ്പോൾ ഭൂതകാലവും വർത്തമാനവും കൈകളിൽ പിടിച്ചിരിക്കുന്നത് പോലെയാണ്. യാദൃഷ്ടികമാണോ? അവനിപ്പോൾ അത്ര ഉറപ്പില്ല. ഇപ്പോൾ അവൻ ബീഗിളിൽ യാത്ര തുടങ്ങിയിട്ട് 1 വർഷത്തിലേറെയായി. ഇത് ഇനിയൊരു യാത്ര മാത്രമല്ല, ലോകമാകെ നിന്നും സൂക്ഷ്മമായി തെളിവുകൾ ശേഖരിക്കുന്ന വലിയൊരു മിഷനാണത്. ഓരോ സ്ഥലവും പോകുമ്പോൾ പസിലിലേക്ക് ഒരു കഷണം ചേർക്കുന്നു. ഇനിയും ആ പസിലിന്റെ പൂർണ്ണചിത്രം എങ്ങനെയുണ്ടാകുമെന്ന് ഡാർവിന് മനസ്സിലാകുന്നില്ലെങ്കിലും ചില മാതൃകകൾ കണ്ടെത്താൻ അദ്ദേഹം തുടങ്ങിയിരിക്കുന്നു. ജീവിതം കാലക്രമേണ മറവിച്ചിട്ടില്ല. അത് നീങ്ങുന്നു, മാറുന്നു, പൊരുത്തപ്പെടുന്നു. അവനിപ്പോൾ വ്യത്യസ്തമായി എഴുതാൻ തുടങ്ങിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ കുറിപ്പുകളിൽ ചെറിയ സിദ്ധാന്തങ്ങൾ ഉൾപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു. വിവിധ ദ്വീപുകളിൽ സ്പീഷീസുകൾ എങ്ങനെ വ്യത്യാസപ്പെടുന്നു? അല്ലെങ്കിൽ സ്പീഷീസുകൾ മാറാൻ ഒരു സ്വാഭാവിക വഴിയുണ്ടാകുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ. ഇപ്പോൾ ഈ ചിന്തകൾ ശാന്തമായവയാണ്, പക്ഷേ ഉടൻ തന്നെ അവ ശബ്ദത്തിൽ ഉയരും. ആ ബീഗിൾ അതിപ്പോഴും സഞ്ചരിക്കുന്നു, ലോകത്തിന്റെ അരികിലൂടെ ഇപ്പോഴും കുതിക്കുന്നു. കടൽക്ഷോഭവും വലുതും അപകടകരവുമായ ആശയങ്ങളും നിറഞ്ഞ തലയുമായി ഒരു ചെറുപ്പക്കാരനെ ഇപ്പോഴും വഹിക്കുന്നു. പസഫിക് സമുദ്രത്തിന് കുറുകെ പടിഞ്ഞാറോട്ട് സഞ്ചരിക്കുന്ന HMS ബീഗിൾ തെക്കേ അമേരിക്കൻ തീരം വിട്ട് പടിഞ്ഞാറോട്ട് സഞ്ചരിക്കുന്നു. ഇപ്പോൾ 1835 ചാൾസ് ഡാർവിന് 26 വയസ്സായി. അവന്റെ താടി വളർന്നു തുടങ്ങിയിരിക്കുന്നു. അവന്റെ ഡയറിയിൽ കുറിപ്പുകളും രേഖാചിത്രങ്ങളും നിറഞ്ഞിരിക്കുന്നു. അവന്റെ മസ്തിഷ്കം പ്രായോഗികമായ ചോദ്യങ്ങളാൽ അലയടിക്കുന്നു. പക്ഷേ അടുത്ത സ്റ്റോപ്പ് എല്ലാം തലകീഴായി മാറ്റാൻ പോകുന്നു എന്ന് അവൻ ഇതുവരെ അറിയില്ല. അവരുടെ ആ അടുത്ത സ്ഥലത്തിന്റെ പേര് ഗാലപാഗോസ് ദ്വീപുകൾ. ഈ ദ്വീപുകൾ ഭൂമധ്യരേഖയ്ക്ക് സമീപം ചിതറിക്കിടക്കുന്ന അഗ്നിപർവ്വത പാറകളുടെ ഒരു കൂട്ടമാണ്. ഇന്നവ ഇക്വഡോറിൻ്റേതാണ്, പക്ഷെ അന്നവ വിചിത്ര ജീവികളാൽ നിറഞ്ഞ വലിയൊരു കാടായിരുന്നു. ബീഗിൾ ദ്വീപുകളിൽ ഒന്നിനു സമീപം നങ്കൂരമിടുന്നു. ഡാർവിൻ തന്റെ ശേഖരണ ബാഗുകൾ തയ്യാറാക്കി കരയിലേക്ക് പോകുന്നു. അവൻ ആദ്യം ശ്രദ്ധിക്കുന്നത് അവിടുത്തെ ചൂടാണ്. അത് വരണ്ടതും പൊടി നിറഞ്ഞതും പാറക്കെട്ടുകളുള്ളതുമാണ്. പിന്നീട് അയാൾ എന്തോ ഒന്ന് ചലിക്കുന്നത് കാണുന്നു. ഒരു പല്ലി, ഒരു വലിയ ഒന്ന്. അത് കറുത്ത ലാവ ഉറഞ്ഞുണ്ടായ പാറയിലൂടെ പതുക്കെ ഇഴഞ്ഞു നീങ്ങുന്നു. പിന്നെയോ അത് സമുദ്രത്തിലേക്ക് മുങ്ങുന്നു. എന്ത്? ഒരു നീന്തുന്ന പല്ലിയോ? കടൽപ്പായൽ തിന്നാൻ കടലിഗ്വാന വെള്ളത്തിനടിയിലേക്ക് മുങ്ങുന്നത് ഡാർവിൻ അത്ഭുതത്തോടെ വീക്ഷിക്കുന്നു. ഉരകങ്ങൾക്ക് സ്നോർക്കിൽ ചെയ്യാൻ കഴിയുമെന്ന് ആരും അവനോട് പറഞ്ഞിട്ടില്ല. ഓരോ ദ്വീപിനും അതിൻ്റേതായ വിചിത്രമായ മൃഗങ്ങളുടെ മിശ്രിതമുണ്ടെന്ന് തോന്നുന്നു. ഭീമാകാരമായ ആമകളുണ്ട്. ചിലത് വളരെ വലുതാണ്. അവയ്ക്ക് പൂർണ്ണ വളർച്ചയെത്തിയ ഒരു മനുഷ്യനെ പുറകിൽ വഹിക്കാൻ കഴിയും. അവ വളരെ സാവധാനത്തിൽ നീങ്ങുന്നതിനാൽ ഡാർവിൻ തമാശ പറയുന്നു, അവയിലൊന്ന് കടന്നുപോകുന്നതുവരെ കാത്തിരിക്കുമ്പോൾ നിങ്ങൾക്കൊരു പുസ്തകം വായിക്കാം. ചില ദ്വീപുകളിൽ ആമകൾക്ക് താഴിക്കുടമുള്ള ഷെല്ലുകളുണ്ട്. മറ്റുള്ളവയിൽ അവയുടെ ഷെല്ലുകളുടെ ആകൃതി വ്യത്യസ്തമാണ്. അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? പക്ഷികൾ പോലും വിചിത്രമായി കാണപ്പെടുന്നു. ഒരു ദ്വീപിൽ നിന്ന് മറ്റൊന്നിലേക്ക് സഞ്ചരിക്കുന്ന ഒരുപോലെ കാണപ്പെടുന്ന പക്ഷികളുണ്ട്. പക്ഷേ അവയുടെ കൊക്കുകൾ, തൂവലുകൾ, പാട്ടുകൾ പോലും അല്പം വ്യത്യസ്തമാണ്. പൂർണ്ണമായിട്ടല്ല. ഡാർവിൻ അതിനെക്കുറിച്ച് ആദ്യം കൂടുതൽ ചിന്തിക്കുന്നില്ല. ഏതൊക്കെ പക്ഷികൾ ഏതൊക്കെ ദ്വീപുകളിൽ നിന്നാണ് വരുന്നതെന്ന് അദ്ദേഹം ലേബൽ ചെയ്യുന്നില്ല. അത് പിന്നീട് അവനെ കുഴപ്പത്തിലാക്കും. വേറൊരു പക്ഷിയാണ് ഫിഞ്ചുകൾ. ഈ ചെറിയ പക്ഷികൾ എല്ലായിടത്തും ചാടുന്നു. ഒറ്റനോട്ടത്തിൽ അവ വിരസമായി തോന്നുന്നു. ചെറിയ തവിട്ടുനിറമുള്ള പക്ഷികൾ മാത്രം. പക്ഷേ അടുത്തു ചെന്ന് നോക്കുമ്പോൾ എന്തോ ശരിയല്ലെന്ന് ഡാർവിൻ മനസ്സിലാക്കുന്നു.
അവയുടെ കൊക്കുകൾ എല്ലാ ആകൃതിയിലും വലുപ്പത്തിലും വരുന്നു. കട്ടിയുള്ളതും ചെറുതും, നീളമുള്ളതും നേർത്തതുമാണ്. ചിലത് വിത്തുകൾ പൊട്ടിക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതായി തോന്നുന്നു. മറ്റുള്ളവ കള്ളിച്ചെടികളുടെ പൂക്കളിൽ കുത്താൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതായി തോന്നുന്നു. ഓരോ കൊക്കിന്റെ ആകൃതിയും ആ ദ്വീപിൽ ലഭ്യമായ ഭക്ഷണവുമായി പൊരുത്തപ്പെടുന്നതായി തോന്നുന്നു. അതെ, നമ്മളിപ്പോൾ പൊരുത്തപ്പെടൽ എന്ന് വിളിക്കുന്നത് ഡാർവിൻ സ്വന്തം കണ്ണുകളാൽ കാണുന്നത് ഇതാദ്യമാണ്. വ്യത്യസ്ത ദ്വീപുകൾ, വ്യത്യസ്ത ഭക്ഷണം, വ്യത്യസ്ത കൊക്കുകൾ. പ്രകൃതി ഓരോ സ്ഥലത്തിനും പക്ഷികളെ ഇഷ്ടാനുസൃതമാക്കുന്നത് പോലെയാണ് അവന് തോന്നിയത്. തീർച്ചയായും ഡാർവിൻ ഇതെല്ലാം അവിടെ നിന്ന് തന്നെ ആലോചിച്ചുണ്ടാക്കിയ അറിവുകളല്ല. അദ്ദേഹം ഇപ്പോഴും ശേഖരിക്കുന്നു, ഇപ്പോഴും നിരീക്ഷിക്കുന്നു. അങ്ങനെ ഓരോ പസിൽ പീസുകളും ഒത്തുചേരുന്നു. മിക്കവർക്കും അറിയാത്തൊരു കാര്യമെന്തെന്നാൽ ഈ കണ്ടെത്തലുകളുടെ എല്ലാം നായകൻ ഡാർവിനായിരുന്നില്ല. ഓരോ ദ്വീപിലും ആമകൾ വ്യത്യസ്തമായി കാണപ്പെടുന്നുണ്ടെന്ന് പ്രാദേശിക ഗൈഡുകൾക്കും നാവികർക്കും ഇതിനകം അറിയാമായിരുന്നു. ഒരു ആമയുടെ പുറന്തോടിന്റെ ആകൃതി കണ്ടിട്ട് അവ ഏത് ദ്വീപിൽ നിന്നാണ് വരുന്നതെന്ന് അവർക്ക് പറയാൻ കഴിയും. ഡാർവിൻ ശ്രദ്ധിച്ചു, അക്കാലത്തെ പല ഉയർന്ന വർഗ ഇംഗ്ലീഷുകാരിൽ നിന്നും വ്യത്യസ്തമായി അദ്ദേഹം പ്രാദേശിക അറിവിനെ വിശ്വസിച്ചു. അതൊരു മാറ്റമുണ്ടാക്കി. യാത്രക്കിടയിലാണോ അതോ ഇംഗ്ലണ്ടിലേക്ക് മടങ്ങിയതിന് ശേഷമാണോ ഈ വ്യത്യാസങ്ങളുടെ പ്രാധാന്യം ഡാർവിൻ മനസ്സിലാക്കിയതെന്ന് ചരിത്രകാരന്മാർ ഇപ്പോഴും വാദിക്കുന്നു. ചിലർ പറയുന്നത് അദ്ദേഹം ഇപ്പോഴും ഭൂമിശാസ്ത്രത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു എന്നാണ്. മറ്റു ചിലർ വിശ്വസിക്കുന്നത് പക്ഷികളും ആമകളുമാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ സിദ്ധാന്തത്തിൻ്റെ ആദ്യ വിത്തുകൾ പാകിയത് എന്നാണ്. എന്തായാലും ഗാലപ്പഗോസ് മറക്കാനാവാത്തതായിരുന്നു, അത് വ്യക്തമാണ്. രസകരമായ ഒരു വശം കൂടിയുണ്ട്. ഡാർവിൻ ആമകളെ രുചികരമായ ഭക്ഷണമായി കണ്ടെത്തി. അവനും സംഘവും അവയിലൊരു കൂട്ടം ആമകളെ ഭക്ഷിച്ചുകൂടെ തന്നെ. ദീർഘയാത്രകളിൽ ആമയുടെ മാംസം ഒരു വിഭവമായി കണക്കാക്കപ്പെട്ടിരുന്നു. അതെ, പിന്നീട് പരിണാമത്തെ സംരക്ഷിക്കുകയും പഠിക്കുകയും ചെയ്ത മനുഷ്യൻ നല്ലൊരു ആമ റോസ്റ്റും ആസ്വദിച്ചിരുന്നു. താഹിത്തി, ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലൂടെ ബീഗിൾ യാത്ര തുടരുന്നു. ഡാർവിൻ നിരീക്ഷിക്കുകയാണ്. ദ്വീപുകൾക്ക് ചുറ്റും പവിഴപ്പുറ്റുകൾ മുകളിലേക്ക് വളരുന്നു. ഈ പവിഴപ്പുറ്റുകൾ ജീവനുള്ളതാണെന്നും കാലക്രമേണ സാവധാനം വളരുന്നു എന്നുമുള്ള ഒരാശയത്തെ ഇത് പിന്തുണയ്ക്കുന്നു. കര, കടൽ, മൃഗങ്ങൾ എല്ലാം മന്ദഗതിയിൽ മാറുന്നതായി തോന്നുന്നു. ഡാർവിൻ ചിന്തിക്കാൻ തുടങ്ങുന്നു. ഒരുപക്ഷേ ജീവിവർഗങ്ങൾ സ്ഥിരമായിരിക്കില്ല. ഒരുപക്ഷേ മൃഗങ്ങൾ അവയുടെ പരിസ്ഥിതിക്ക് അനുയോജ്യമായ രീതിയിൽ മാറാം. കാലക്രമേണ ഒരു ചെറിയ കൊക്കുള്ള പക്ഷി അല്പം നീളമുള്ള ഒന്നിന് ജന്മം നൽകുമ്പോൾ അപ്പോൾ അതിന് നന്നായി ഭക്ഷണം കഴിക്കാനും കൂടുതൽ കാലം നിലനിൽക്കാനും കഴിയും. പതുക്കെ, വളരെ പതുക്കെ മുഴുവൻ ജീവിവർഗവും മാറാൻ തുടങ്ങും. ഈ ആശയം അപകടകരമാണ്. ഇത് ലോകത്തെ മുഴുവൻ അസ്വസ്ഥമാക്കുമായിരിക്കാം. ഓർക്കുക, മിക്ക ആളുകളും വിശ്വസിക്കുന്നത് ദൈവം എല്ലാ ജീവിവർഗങ്ങളെയും അതേപടി സൃഷ്ടിച്ചു എന്നാണ്. അതിനെതിരായി പറയുന്നത് ഒരുപക്ഷെ ഗുരുത്വാകർഷണം ചിലപ്പോൾ ഒരു ഇടവേള എടുക്കുമെന്ന് പറയുന്നത് പോലെയാണ്. പക്ഷേ ആശയം അവിടെയുണ്ട്. ഡാർവിൻ്റെ നോട്ട്ബുക്കിൽ എല്ലാം നിശബ്ദമായി കെട്ടിപ്പടുക്കുകയാണ്. ഈ യാത്രകളിൽ ഡാർവിനെ സഹായിക്കുന്ന മറ്റൊരു കാര്യം താരതമ്യ പഠനങ്ങളാണ്. ഉഷ്ണമേഖലാ ദ്വീപുകൾ, മരുഭൂമികൾ, കാടുകൾ, മഞ്ഞുമൂടിയ പർവ്വതങ്ങൾ എന്നിവ അദ്ദേഹം സന്ദർശിക്കുന്നു. എല്ലാം ഏതാനും വർഷങ്ങൾക്കുള്ളിൽ. ഒരേ തരത്തിലുള്ള മൃഗം അത് താമസിക്കുന്ന സ്ഥലത്തെ ആശ്രയിച്ച് എത്രത്തോളം വ്യത്യസ്തമാകുമെന്ന് അദ്ദേഹം കാണുന്നു. ആൻഡീസിലെ ഒരു കുറുക്കൻ താഴ്ന്ന പ്രദേശങ്ങളിലെ ഒരു കുറുക്കനെ പോലെയല്ല. പട്ടഗോണിയയിലെ ഒട്ടകപ്പക്ഷി പോലുള്ള ഒരു പക്ഷി വടക്ക് അകലെയുള്ള പക്ഷിയിൽ നിന്ന് വ്യത്യസ്തമാണ്. കാണുന്ന പാറ്റേൺ അവഗണിക്കാൻ പറ്റുന്നതിനേക്കാളും വളരെ വ്യക്തമാണ്. ഇത് മൃഗങ്ങളെ മാത്രമല്ല, ഡാർവിൻ സസ്യങ്ങളെക്കുറിച്ചും പഠിക്കുന്നു. ചിലത് ഉപ്പുവെള്ള മണ്ണിൽ എങ്ങനെ വളരും, മറ്റുള്ളവ ചെറുതായി ഒന്ന് നീക്കിയാൽ മിനിറ്റുകൾക്കുള്ളിൽ എങ്ങനെ മരിക്കും എന്നുവരെ. എല്ലാ ജീവജാലങ്ങൾക്കും ഒരു ഫിറ്റായ സ്ഥലമുണ്ടെന്ന് തോന്നുന്നു. ലോകം മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഏറ്റവും അനുയോജ്യമായവയ്ക്ക് മാത്രമേ അതിജീവിക്കാൻ കഴിയൂ. നാച്ചുറൽ സെലക്ഷൻ അഥവാ പ്രകൃതിദത്ത തിരഞ്ഞെടുപ്പ് എന്ന ആശയം രൂപം കൊള്ളാൻ തുടങ്ങുന്നത് അവിടെയാണ്. എന്നിരുന്നാലും ഡാർവിൻ അതിനെ ഇതുവരെ അങ്ങനെ വിളിക്കുന്നില്ല. അത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പൊങ്ങിക്കിടക്കുന്ന മറ്റ് ആശയങ്ങളുമായി ഇടപഴകുന്ന ശക്തമാകുന്ന ഒരു സിദ്ധാന്തം മാത്രമാണ്. മൃഗങ്ങൾ ക്രമരഹിതമായി പ്രത്യക്ഷപ്പെടുന്നില്ലെന്നും അദ്ദേഹം ശ്രദ്ധിക്കുന്നു. തെക്കേ അമേരിക്കയിൽ സിംഹങ്ങളെയോ ആഫ്രിക്കയിൽ കങ്കാരിക്കളെയോ നിങ്ങൾ കാണുന്നില്ല. ഓരോ ഭൂഖണ്ഡത്തിനും അതിൻ്റേതായ ജീവജാലങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ നമുക്കത് സാധാരണമായി തോന്നുന്നു, പക്ഷേ അന്ന് അതൊരു വലിയ സൂചനയായിരുന്നു. എല്ലാ മൃഗങ്ങളും ഒരേ സമയം സൃഷ്ടിക്കപ്പെട്ടതാണെങ്കിൽ അവ കൂടുതൽ തുല്യമായി ചിതറിക്കിടക്കാത്തതെന്തുകൊണ്ട്?
അങ്ങനെ HMS ബീഗിൾ സ്വന്തം സ്ഥലത്തേക്ക് പോകുമ്പോൾ ചാൾസ് ഡാർവിൻ ഇനി ഒരു യാത്രക്കാരനല്ല. തലയിലൊരു കൊടുങ്കാറ്റ് വഹിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. ഫോസിലുകൾ, പക്ഷികൾ, പ്രാണികൾ, അസ്ഥികൾ എന്നിവയുടെ പെട്ടികൾ കപ്പലിൽ അടുക്കി വച്ചിരിക്കുന്നു. പക്ഷേ ഏറ്റവും ശക്തമായ കണ്ടെത്തൽ ഒരു പെട്ടിയിലല്ല, അത് അദ്ദേഹത്തിൻ്റെ മനസ്സിലാണ്. ബീഗിൾ 1836 ഇംഗ്ലണ്ടിൽ തിരിച്ചെത്തുന്നു. യാത്ര ഏകദേശം 5 വർഷം നീണ്ടുനിന്നു. സൂര്യതാപമേറ്റ് വിളറി, കുറച്ചു പ്രായമായ, മൂർച്ചയുള്ള ചിന്തകളുള്ള, എന്നേക്കും മാറിയ ചാൾസ് ഡാർവിൻ കരയിലേക്ക് കാലെടുത്തു വെച്ചു. സുഹൃത്തുക്കൾ അദ്ദേഹത്തെ തിരികെ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ആശ്വാസം. പക്ഷെ ലോകമോ, എന്താണ് ഇനി വരാനിരിക്കുന്നതെന്ന് അതിനൊരു ധാരണയുമില്ല. കാരണം പക്ഷികളുടെ കൊക്കുകളുടെയും ആമശല്ലുകളുടെയും രേഖാചിത്രങ്ങൾക്കിടയിൽ അദ്ദേഹത്തിൻ്റെ ആ നോട്ടുകളിൽ ആഴത്തിൽ കുഴിച്ചിട്ടിരിക്കുന്നത് ഒരു ദിവസം ശാസ്ത്രത്തെ അതിൻ്റെ വേരുകളിലേക്ക് കുലുക്കുന്ന ഒരു ചോദ്യമാണ്: ജീവിവർഗങ്ങൾ എങ്ങനെ മാറുന്നു? അങ്ങനെ ചാൾസ് ഡാർവിൻ ഇംഗ്ലണ്ടിൽ തിരിച്ചെത്തി. 1836 തിരിച്ചെത്തിയത്. ഇപ്പോൾ അദ്ദേഹത്തിന് 27 വയസ്സായി. ഏകദേശം 5 വർഷത്തോളം കടലിൽ കഴിഞ്ഞതിനു ശേഷം അദ്ദേഹം ഇപ്പോൾ വെറുമൊരു കൗതുകമുള്ള ചെറുപ്പക്കാരനല്ല, അദ്ദേഹം അതിലും വലിയൊരാളായി മാറിയിരിക്കുന്നു. തലയിൽ ചില ആലോചനകൾ നിറഞ്ഞതും അവഗണിക്കാൻ കഴിയാത്ത ഒരു അലട്ടുന്ന ചോദ്യവുമുള്ളൊരു മനുഷ്യനായി മാറിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പോക്കറ്റുകൾ ചെറിയ നോട്ട്ബുക്കുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പെട്ടികൾ ഡസൻ കണക്കിന് അസ്ഥികൾ, പക്ഷിത്തോലുകൾ, പാറകൾ, ഉണങ്ങിയ സസ്യങ്ങൾ തുടങ്ങി ലോകമെമ്പാടുമുള്ള എല്ലാത്തരം വസ്തുക്കളുടെയും സാമ്പിളുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അങ്ങനെ അദ്ദേഹം ലണ്ടനിലെയും കാംബ്രിഡ്ജിലെയും വിദഗ്ധർക്ക് അതെല്ലാം അയക്കുന്നു. യഥാർത്ഥ അത്ഭുതങ്ങൾ ആരംഭിക്കുന്നത് ഇപ്പോഴാണ്. പക്ഷി വിദഗ്ധനായ ജോൺ ഗൗഡ് ഡാർവിൻ്റെ ഫിഞ്ച് പക്ഷികളെക്കുറിച്ച് പഠിക്കുന്നു. അദ്ദേഹം ഡാർവിനോടൊരു ഞെട്ടിപ്പിക്കുന്ന കാര്യം പറയുന്നു: ഇവ വ്യത്യസ്തതരം പക്ഷികളല്ല, അവയെല്ലാം ഫിഞ്ചുകളാണ്. അടുത്തടുത്ത് ബന്ധമുള്ളവയാണ്, പക്ഷെ തികച്ചും വ്യത്യസ്തമായ കൊക്കുകളുള്ളവയോ ആണ്. പിന്നെ ഡാർവിൻ്റെ മോക്കിംഗ് ബേർഡുകൾ, അവയും വ്യത്യസ്ത സ്പീഷീസുകളാണ്, ഓരോ ദ്വീപിനും പ്രത്യേകമായത്. ഗലാപ്പഗോസിൽ വെച്ച് ഡാർവിൻ കഷ്ടിച്ചു ശ്രദ്ധിച്ച ആ ചെറിയ വ്യത്യാസം അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തത്തിലെ ഏറ്റവും വലിയ താക്കോലുകളിൽ ഒന്നായി മാറുന്നു. അതുപോലെ തന്നെ ഡാർവിൻ്റെ മനസ്സിലെ നിശബ്ദമായ ആ ചിന്ത, ഒരുപക്ഷേ സ്പീഷീസുകൾ മാറിയേക്കാം, എന്നിരുന്നാലും ആ ചിന്ത ഉച്ചത്തിൽ വളരാൻ തുടങ്ങുന്നു. ഇപ്പോൾ ഡാർവിൻ തൻ്റെ ജീവിതം ഒരു നിരന്തരമായ ശാസ്ത്രീയമായ രീതി അനുസരിച്ച് ക്രമീകരിക്കുന്നു. ലണ്ടനിൻ്റെ തെക്ക് ഭാഗത്തുള്ള ഡൗൺ, ഇപ്പോൾ ഡൗൺ എന്നറിയപ്പെടുന്ന ഗ്രാമത്തിൽ അദ്ദേഹം താമസിക്കുന്നു. ശേഷം അദ്ദേഹം തൻ്റെ കസിൻ എമ്മ വെഡ്ജുഡിനെ വിവാഹം കഴിക്കുകയും ഒരു കുടുംബം ആരംഭിക്കുകയും ചെയ്യുന്നു. ജീവിതം സമാധാനപരമാണ്. അദ്ദേഹം പൂന്തോട്ടത്തിൽ നടക്കുന്നു, കുട്ടികളോട് സംസാരിക്കുന്നു, പഠിച്ച കാര്യങ്ങൾ എഴുതാൻ എല്ലാ ദിവസവും മണിക്കൂറുകൾ ചെലവഴിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ തലയിലോടുന്ന ചില ചിന്തകൾ അദ്ദേഹത്തെ അസ്വസ്ഥനുമാക്കുന്നുമുണ്ട്. തെക്കേ അമേരിക്കയിൽ നിന്ന് കണ്ടെത്തിയ ഫോസിലുകൾ അദ്ദേഹം നോക്കുന്നു. അവയിൽ ചിലത് ഭീമാകാരമായ ഗ്രൗണ്ട് സ്ലോത്ത്, അർമാഡിലോ എന്നിവ പോലെയുണ്ട്. അവ ഇപ്പോഴും അവിടെ ജീവിക്കുന്ന പല മൃഗങ്ങളുമായി വ്യക്തമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പക്ഷേ അവ സമാനമല്ല. അവ വലുതാണ്, പഴയതാണ്, വംശനാശം സംഭവിച്ചതുമാണ്. ഡാർവിൻ ചിന്തിക്കാൻ തുടങ്ങുന്നു: ഇന്നത്തെ മൃഗങ്ങൾ ഈ പുരാതന മൃഗങ്ങളിൽ നിന്നാണ് വന്നതെങ്കിലോ? അതൊരു ധൈര്യമുള്ള ആശയമാണ്, ഒരു പക്ഷേ വളരെ ധൈര്യമാണ്. കാരണം അതിനർത്ഥം മൃഗങ്ങൾക്ക് കാലക്രമേണ മാറാൻ കഴിയുമെന്നാണ്. ഒരു ജീവി പതുക്കെ മറ്റൊന്നായി മാറിയേക്കാം. ആ ജീവിവർഗങ്ങൾ സ്ഥിരമല്ല, അവ പരിണമിക്കുന്നു. ജീവിവർഗങ്ങൾ പരിണമിക്കുന്നുണ്ടെങ്കിൽ അതെങ്ങനെ? ഡാർവിൻ തനിക്ക് കണ്ടെത്താൻ കഴിയുന്നതെല്ലാം വായിക്കാൻ തുടങ്ങുന്നു. അതിൽ തോമസ് മാൽത്തസ് എഴുതിയ ഒരു പുസ്തകം ശരിക്കും വേറിട്ട് നിൽക്കുന്നു. അത് മനുഷ്യജനസംഖ്യ എങ്ങനെ ഭക്ഷ്യവിതരണത്തേക്കാൾ വേഗത്തിൽ വളരുന്നു, അതിൻ്റെ ഫലമായി എങ്ങനെ പട്ടിണിയും മരണവും ഉണ്ടാകുന്നു എന്നതാണ് വിവരിക്കുന്നത്. ഡാർവിൻ അത് വായിച്ചപ്പോൾ എല്ലാം ഒത്തുചേരുന്നതായി തോന്നി. മൃഗങ്ങളും അതിജീവിക്കുന്നതിനേക്കാൾ കൂടുതൽ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു. അവയിലെല്ലാത്തിനും തന്നെ ജീവിക്കാൻ കഴിയില്ല. പ്രകൃതിയിൽ മത്സരമുണ്ട്. പരിസ്ഥിതിക്ക് ഏറ്റവും അനുയോജ്യമായവയ്ക്കാണ് ശേഷമുള്ള ജീവിതം കിട്ടുക. കാലക്രമേണ അവയ്ക്ക് വളരാനും കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കാനും കഴിയും. അതിനാൽ അവയ്ക്കുള്ള ഗുണങ്ങൾ അടുത്ത തലമുറയിലേക്ക് കടന്നുപോകുന്നു. ഇങ്ങനെ സ്ലോ ആയി ഒരു പുതിയ ജീവിവർഗം രൂപപ്പെടുന്നു. അദ്ദേഹം തൻ്റെ നോട്ട്ബുക്കിൽ ഈ ആശയം എഴുതുന്നു: ഒരു സ്പീഷീസ് മറ്റൊന്നായി മാറുന്നു. അതാണ് എവല്യൂഷൻ ബൈ നാച്ചുറൽ സെലക്ഷൻ, അഥവാ പ്രകൃതി നിർദ്ധാരണം വഴിയുള്ള പരിണാമം.
ജീവശാസ്ത്രത്തെ എന്നേക്കുമായി മാറ്റുന്ന സിദ്ധാന്തം. എന്നാൽ ഡാർവിൻ ശ്രദ്ധാലുവാണ്, വളരെ ശ്രദ്ധാലുവാണ്. ഈ ആശയം ആളുകളെ അസ്വസ്ഥരാക്കുമെന്ന് അവൻ അറിയാം. അന്ന് ശാസ്ത്രജ്ഞർ ഉൾപ്പെടെ മിക്ക ആളുകളും വിശ്വസിക്കുന്നത് ദൈവം എല്ലാ മൃഗങ്ങളെയും അവ ഉള്ളതുപോലെ തന്നെ സൃഷ്ടിച്ചുവെന്നും അവ തുടക്കം മുതൽ അതേപടി തുടരുന്നു എന്നുമാണ്. മറിച്ചാണെന്നാണ് പറയുന്നതെങ്കിൽ അത് അപകടകരമായ കാര്യമാണ്. ചരിത്രകാരന്മാർ ഇപ്പോഴും ഡാർവിൻ എത്രമാത്രം ജാഗ്രത പുലർത്തിയിരുന്നുവെന്ന് ചർച്ച ചെയ്യുന്നു. ചിലർ കാത്തിരിക്കുന്നത് ബുദ്ധിമാനായതുകൊണ്ടാണെന്ന് പറയുന്നു. മറ്റു ചിലർ അദ്ദേഹം നേരത്തെ പ്രസിദ്ധീകരിക്കേണ്ടതായിരുന്നുവെന്ന് കരുതുന്നു. എന്നാൽ എല്ലാം പരസ്യമാക്കുന്നതിന് മുമ്പ് കൂടുതൽ തെളിവുകൾ ശേഖരിക്കാൻ ഡാർവിൻ വർഷങ്ങൾ ചെലവഴിക്കാൻ തീരുമാനിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വാദം അത്രത്തോളം ശക്തമാക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു. ആർക്കും അത് തകർക്കാൻ കഴിയില്ല. അതിനാൽ അദ്ദേഹം കൂടുതൽ ആഴത്തിൽ കുഴിക്കുന്നു. ഇത്തവണ നിലത്തേക്കല്ല, മറിച്ച് സ്വന്തം നോട്ട്ബുക്കുകളിലേക്ക്. അദ്ദേഹത്തിൻ്റെ കുറിപ്പുകളിൽ ഒരു ചെറിയ രേഖാചിത്രമുണ്ട്. ശാഖകളുള്ള ഒരു വൃക്ഷം. അതിൻ്റെ ശാഖകൾ ഓരോ ജീവിവംശങ്ങളും വേർപെടുന്നതിനെ സൂചിപ്പിക്കുന്നു. അതിൻ്റെ മുകളിൽ ഡാർവിൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഐ തിങ്ക്. അതാണ് ഡാർവിൻ്റെ അത്ഭുതപ്പെടുത്തുന്ന ശൈലി. അവൻ ഇപ്പോഴും അതൊരു സംശയം പോലെ എഴുതി വച്ചിരിക്കുകയാണ്. ഒന്നിനും അദ്ദേഹം തിടുക്കം കൂട്ടാറില്ല. കർഷകർ മൃഗങ്ങളെ എങ്ങനെ വളർത്തുന്നു എന്ന് അദ്ദേഹം പഠിക്കുന്നു. മനുഷ്യന്മാർക്ക് ബ്രീഡ് ചെയ്യാൻ പോകുന്ന പ്രാവുകളെ നോക്കി പുതിയ തരം പ്രാവുകളെ സൃഷ്ടിക്കാൻ കഴിയുമെങ്കിൽ പ്രകൃതിക്കും അത് ചെയ്യാൻ കഴിയുമെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു. അതും സാവധാനത്തിൽ, മനുഷ്യരില്ലാതെ തന്നെ. അതേസമയം ജിയോളജി, സുവോളജി, ബോട്ടണി എന്നിങ്ങനെ എല്ലാത്തരം മേഖലകളിലെയും വിദഗ്ധരിൽ നിന്ന് അദ്ദേഹത്തിന് സഹായം ലഭിക്കുന്നു. ഓരോ തെളിവുകളും, ഓരോ അക്ഷരവും, ഓരോ ഫോസിലുകളും അദ്ദേഹത്തിൻ്റെ തെളിവുകളുടെ ശേഖരണത്തിലേക്ക് കൂട്ടിച്ചേർക്കുന്നു. ഒരു രസകരമായ ചെറിയ സംഭവം പറയുകയാണെങ്കിൽ, ഡാർവിന് ബാർനക്കിൾസ് എന്ന ചെറു കടൽജീവികളോട് വലിയ ആകർഷണമുണ്ടാകുന്നു. ബാർനക്കിൾസ് എന്നത് കക്കവർഗത്തിൽപ്പെട്ട ഒരുതരം കടൽജീവിയാണ്. ഇവയുടെ പുറന്തോട് കട്ടിയുള്ളതും ഉറപ്പുള്ളതുമാണ്. സാധാരണയായി ഇവ കടൽത്തീരങ്ങളിലെ പാറകളിലോ മരത്തിലോ ഒട്ടിപ്പിടിച്ചാണ് കാണപ്പെടുന്നത്. അങ്ങനെ 8 വർഷം മുഴുവൻ അവൻ ബാർനക്കിളുകളെക്കുറിച്ച് പഠിക്കുന്നു. അവയെ കഷ്ണങ്ങളാക്കുന്നു, വരയ്ക്കുന്നു, പുതിയ സ്പീഷീസുകൾക്ക് പേരിടുന്നു. ഒടുവിൽ ആളുകൾ അദ്ദേഹത്തെ ബാർനക്കിൾ മാൻ എന്ന് വിളിക്കാൻ തുടങ്ങി. എന്തുകൊണ്ടാണ് ബാർനക്കിൾസ്? കാരണം ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കൊണ്ട് ജീവിവർഗങ്ങളെ എങ്ങനെ നിർവചിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു. ഇതൊരു നീണ്ട, മന്ദഗതിയായ, ചിലപ്പോഴെങ്കിലും ബോറടിപ്പിക്കുന്ന ജോലിയായിരുന്നെങ്കിലും അതിലൂടെ ജീവി വൈവിധ്യത്തിലെ വ്യത്യാസങ്ങൾ യാഥാർത്ഥ്യമാണെന്ന് തെളിയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. വീട്ടിലെത്തിയപ്പോൾ അവൻ്റെ ഭാര്യ എമ്മ അവനെ സപ്പോർട്ട് ചെയ്തെങ്കിലും അവൾ ആഴത്തിലുള്ള മതവിശ്വാസിയായിരുന്നു. ഈ സിദ്ധാന്തം അവരുടെ വിശ്വാസത്തെ ബാധിക്കുമോ എന്നത് അവളെ ഭയപ്പെടുത്തി. ഇത് ഡാർവിനെ കൂടുതൽ അസ്വസ്ഥനാക്കുന്നു. ആരെയും വേദനിപ്പിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. ജീവിതം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. അതിനാൽ അദ്ദേഹം എഴുതുന്നത് തുടരുന്നു, നിശബ്ദമായി, സ്വകാര്യമായി. അദ്ദേഹത്തിൻ്റെ നോട്ട്ബുക്കുകൾ കട്ടിയുള്ളതായി മാറുന്നു. അദ്ദേഹം അതിനെ ഡിസെൻറ്റ് വിത്ത് മോഡിഫിക്കേഷൻ എന്ന് വിളിക്കാൻ തുടങ്ങി. ഇത് എവല്യൂഷൻ എന്ന ആശയത്തിൻ്റെ പഴയ പേരാണ്. എങ്കിലും അദ്ദേഹം ഇപ്പോഴും പ്രസിദ്ധീകരിച്ചിട്ടില്ല. ഡാർവിന് മണ്ണിരകളോടും താൽപ്പര്യമുണ്ട്. മണ്ണിനെ രൂപപ്പെടുത്താൻ പുഴുക്കൾ എങ്ങനെ സഹായിക്കുന്നുവെന്ന് അദ്ദേഹം ഒരു മുഴുവൻ പ്രബന്ധം എഴുതുന്നു. തൻ്റെ പുഴുക്കൾക്കായി ഡാർവിൻ സംഗീത കച്ചേരികൾ പോലും നടത്തുന്നു. അവ ശബ്ദങ്ങളോട് പ്രതികരിക്കുന്നുണ്ടോ എന്ന് ഡാർവിൻ ആഗ്രഹിക്കുന്നു. പക്ഷേ അവ പ്രതികരിക്കുന്നില്ല. എന്നാൽ ചെറിയ ജീവികളെക്കുറിച്ച് പോലും അദ്ദേഹത്തിന് എത്രമാത്രം ജിജ്ഞാസയുണ്ടെന്ന് ഇത് കാണിക്കുന്നു. വർഷം തോറും ഇത് കടന്നുപോകുന്നു. ഡാർവിൻ ഇപ്പോൾ നിരവധി കുട്ടികളുണ്ട്. അദ്ദേഹം അവരെ പ്രകൃതിയെക്കുറിച്ച് പഠിപ്പിക്കുന്നു. തൻ്റെ നിരീക്ഷണങ്ങളിൽ തന്നെ സഹായിക്കാൻ അവരെ ഉൾപ്പെടുത്തുന്നു. വീട് സാമ്പിളുകളും പാത്രങ്ങളും കൊണ്ട് നിറയ്ക്കുന്നു. ഇതൊരു സയൻസ് ലാബിൻ്റെ ഭാഗമാണ്, ഒരു കാടിൻ്റെ ഭാഗമാണ്. എന്നിട്ടും അവൻ്റെ വീട്ടിന് പുറത്ത് ലോകം മാറിക്കൊണ്ടേയിരിക്കുന്നു. മറ്റു ശാസ്ത്രജ്ഞർ സ്പീഷീസുകൾ മാറുന്നതിനെക്കുറിച്ച് മന്ത്രിക്കാൻ തുടങ്ങുന്നു. മറ്റു പരീക്ഷകർ വിചിത്രമൃഗങ്ങളുമായി നീണ്ട യാത്രകളിൽ നിന്ന് മടങ്ങിവരുന്നു. സമയം കടന്നുപോകുന്നു. എന്നാൽ ഡാർവിനോ, അദ്ദേഹം ഇപ്പോഴും കാത്തിരിക്കുന്നു. എന്നാൽ ഡാർവിൻ്റെ മനസ്സിലെ ആശയം ഇപ്പോൾ ചെറുതല്ല. അതിനൊരു കൊടുങ്കാറ്റിൻ്റെ ശക്തിയാണ്. പക്ഷികളെയും ആമകളെയുമല്ല, എല്ലാ ജീവജാലങ്ങളെയും വിശദീകരിക്കാൻ കഴിയുന്ന ഒരു സിദ്ധാന്തം. ഇപ്പോൾ അതിന് വേണ്ടത് ശരിയായ നിമിഷം മാത്രമാണ്. ടൗൺ ഹൗസിലെ തൻ്റെ മേശപ്പുറത്ത് ചാൾസ് ഡാർവിൻ ഇരിക്കുന്നു. ചുറ്റും കടലാസുകൾ, ഉണങ്ങിയ സസ്യങ്ങൾ,
വണ്ടിൻ്റെ ചിറകുകൾ, എഴുതിയ കുറിപ്പുകൾ എന്നിവയാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. പുറത്ത് അദ്ദേഹത്തിൻ്റെ കുട്ടികൾ ചിരിച്ചുകൊണ്ട് പൂന്തോട്ടത്തിലൂടെ ചിത്രശലഭങ്ങളെ ഓടിക്കുന്നു. എന്നാൽ ഡാർവിൻ്റെ പഠനത്തിൽ ഗുരുതരമായ എന്തോ സംഭവിക്കുന്നു. അദ്ദേഹത്തിൻ്റെ നോട്ട്ബുക്കുകൾ ഇനി വെറും കൗതുകത്തിൻ്റെ പേജുകളല്ല, അവ ധീരവും അപകടകരവുമായ ഒരു ആശയത്തിൻ്റെ ബ്ലൂപ്രിൻ്റായി മാറുകയാണ്. വർഷം 1842 ഡാർവിൻ ഇപ്പോൾ ബീഗിൾ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ട് 6 വർഷമായിരിക്കുന്നു. മിക്ക മ്യൂസിയങ്ങളെക്കാളും കൂടുതൽ തെളിവുകൾ അദ്ദേഹത്തിൻ്റെ പക്കലുണ്ട്. പക്ഷേ പരിണാമ സിദ്ധാന്തത്തെക്കുറിച്ച് അദ്ദേഹം ഇതുവരെ ഒന്നും പ്രസിദ്ധീകരിച്ചിട്ടില്ല. പക്ഷെ എന്തുകൊണ്ട്? കാരണം അത് ലോകത്തെ പിടിച്ചുകുലുക്കുമെന്ന് അവനറിയാം. പകരം അദ്ദേഹം തെളിവുകൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നു. ഡാർവിൻ ശ്രദ്ധാപൂർവം ഒരു വാദം കെട്ടിപ്പടുക്കാൻ തുടങ്ങുന്നു. പരിണാമത്തെക്കുറിച്ച് അദ്ദേഹം 35 പേജുള്ള ഒരു ഉപന്യാസം എഴുതുന്നു. തുടർന്ന് അദ്ദേഹം അത് 230 പേജുകളിലുള്ള ഒരു നീണ്ട രഹസ്യ ഡ്രാഫ്റ്റാക്കി മാറ്റുന്നു. ഭാര്യ എമ്മയൊഴികെ മറ്റാരും അത് കാണുന്നില്ല. അദ്ദേഹം അത് ഒരു ഡ്രോയറിൽ ഒളിപ്പിച്ചു വയ്ക്കുന്നു. കൂടാതെ അദ്ദേഹം നേരത്തെ മരിച്ചാൽ അത് പ്രസിദ്ധീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു കുറിപ്പും അതിനുണ്ടാവുന്നു. അതെ, അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം എത്രത്തോളം വിവാദപരമാകുമെന്ന് അദ്ദേഹത്തിനു തന്നെ അറിയാം. അതുകൊണ്ടാണ് ഒരു വിൽപത്രത്തിൽ എഴുതിവെക്കുന്നതുപോലെ അയാൾ അത് എഴുതിവെക്കുന്നത്. മൃഗങ്ങളെ നിരീക്ഷിക്കാനും വിദഗ്ധരുമായി സംസാരിക്കാനും എല്ലാറ്റിനുമുപരി തൻ്റെ ആശയങ്ങൾ പരീക്ഷിക്കാനും അവൻ തൻ്റെ ദിവസങ്ങൾ ചെലവഴിക്കുന്നു. അവൻ പ്രാവുകളെ പഠിക്കുന്നു. വാസ്തവത്തിൽ അവനൊരു പൂർണ്ണ പ്രാവ് ആരാധകനായി മാറുന്നു. അവൻ പ്രാവ് വളർത്തുന്നവരെ സന്ദർശിക്കുന്നു, പ്രാവ് മാസികകൾ വായിക്കുന്നു, സ്വയം പ്രാവുകളെ വളർത്താൻ തുടങ്ങുന്നു. പക്ഷികളെ ഇണചേർക്കാൻ തെരഞ്ഞെടുക്കുന്ന ജോഡികളിലൂടെ ആളുകൾ പ്രാവുകളെ എല്ലാത്തരം വിചിത്ര രൂപങ്ങളിലേക്കും മാറ്റുന്നു. വലിയ കണ്ണുകൾ, വളഞ്ഞ കൊക്കുകൾ, അധിക തൂവലുകൾ ഉള്ള പക്ഷികളെ അവർ രൂപപ്പെടുത്തിയെടുക്കുന്നു. അതാണ് പ്രധാന കാര്യം. ഡാർവിൻ മനസ്സിലാക്കുന്നു, ഏതാനും തലമുറകൾക്കുള്ളിൽ മനുഷ്യർക്ക് ഇത് ചെയ്യാൻ കഴിയുമെങ്കിൽ പ്രകൃതിക്കും അത് ചെയ്യാൻ കഴിയും, ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്കുള്ളിൽ. അദ്ദേഹം തൻ്റെ ആശയത്തെ നാച്ചുറൽ സെലക്ഷൻ അഥവാ പ്രകൃതിദത്തമായ സ്വാഭാവിക തെരഞ്ഞെടുപ്പ് എന്ന് വിളിക്കാൻ തുടങ്ങുന്നു. യുക്തി ലളിതമാണ്, പക്ഷേ ശക്തവുമാണ്. എല്ലാ മൃഗങ്ങൾക്കും ചെറിയ വ്യത്യാസങ്ങളുണ്ട്. മേബി ഒരു ജിറാഫിൻ്റെ കഴുത്ത് അല്പം നീളമുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ഒരു കരടി അല്പം വേഗത്തിൽ ഓടുന്നു. മികച്ച സ്വഭാവ സവിശേഷതകളുള്ളവ കൂടുതൽ കാലം അതിജീവിക്കുന്നു, കൂടുതൽ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുന്നു. ആ സഹായകരമായ സ്വഭാവ സവിശേഷതകൾ കൈമാറുന്നു. കാലക്രമേണ ആ ചെറിയ മാറ്റങ്ങൾ വളരുന്നു, ഒരു പുതിയ ജീവവർഗം ജനിക്കുന്നു. ഇനി രസകരമായ വേറൊരു കാര്യമെന്തെന്നാൽ അവൻ തൻ്റെ സിദ്ധാന്തത്തെ എല്ലാത്തിനൊപ്പവും പരീക്ഷിക്കുന്നു. പരീക്ഷണങ്ങൾ നടത്താൻ അവൻ തൻ്റെ കുട്ടികളെ ഉപയോഗിക്കുന്നു. പൂക്കളിൽ പരാഗണം നടത്തുന്നത് എങ്ങനെയെന്ന് കാണാൻ അവർ തേനീച്ചകളെ നിരീക്ഷിക്കുന്നു. വിത്തുകൾ നടാനും വ്യത്യസ്ത മണ്ണിൽ ഏതാണ് നന്നായി വളരുന്നതെന്ന് അളക്കാനും അവ സഹായിക്കുന്നു. ഡാർവിൻ്റെ കുടുംബം അടിസ്ഥാനപരമായി ഒരു ലളിതമായ ശാസ്ത്ര ക്യാമ്പാണ്. എന്നാൽ അദ്ദേഹം പ്രാവുകളിലും സസ്യങ്ങളിലും മാത്രം ഒതുങ്ങുന്നില്ല. ഡാർവിൻ ബാർനക്കിളുകളെക്കുറിച്ചും പഠിക്കുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഈ ചെറിയ കടൽ ജീവികളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചത്? ഈ ചെറിയ കടൽ ജീവികളെ പരിശോധിക്കുന്നതിനും മൈക്രോസ്കോപ്പുകളിലൂടെ നോക്കുന്നതിനും രേഖാചിത്രങ്ങൾ വരയ്ക്കുന്നതിനും അവയുടെ ശരീരം എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ അവയെ ചെറിയ കഷണങ്ങളാക്കി മുറിക്കുന്നതിനും അദ്ദേഹം 8 വർഷം ചിലവഴിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മിക്ക സുഹൃത്തുക്കളും കരുതുന്നത് അദ്ദേഹത്തിന് വിവേകം നഷ്ടപ്പെട്ടുവെന്നാണ്. എന്നാൽ ഡാർവിനെ സംബന്ധിച്ചിടത്തോളം ചെറിയ വ്യത്യാസങ്ങൾ പ്രധാനമാണെന്നും ഏറ്റവും വിചിത്രമായ ജീവികൾ പോലും പ്രകൃതിയുടെ അതേ നിയമങ്ങൾ പാലിക്കുന്നുവെന്നും ഈ ബാർനക്കിളുകളുടെ പഠനത്തിലൂടെ അദ്ദേഹത്തിന് കിട്ടിയ തെളിവാണ്.
എന്നിരുന്നാലും എല്ലാവരും തന്നോട് യോജിക്കില്ലെന്ന് ഡാർവിൻ അറിയാം. പല ശാസ്ത്രജ്ഞരും ഇപ്പോഴും വിശ്വസിക്കുന്നത് ജീവിവർഗങ്ങളെയെല്ലാം ഒരേ സമയം സൃഷ്ടിച്ചു എന്നാണ്. അതുപോലെ തന്നെ എല്ലാ മതവും എല്ലാ ജീവജാലങ്ങളെയും ദൈവം അങ്ങനെ തന്നെ സൃഷ്ടിച്ചു എന്നും അവ ഒരിക്കലും മാറ്റമില്ലാത്തതുമാണെന്നും അവർ പഠിപ്പിക്കുന്നു. ഇതിനെതിരായി നിർദ്ദേശിക്കുന്നത് ഒരു സിനിമാ തിയേറ്ററിൽ തീ എന്ന് വിളിച്ചു പറയുന്നത് പോലെയാണ്. ചരിത്രകാരന്മാർ ഇപ്പോഴും ചിന്തിക്കുന്നു, എന്തുകൊണ്ടാണ് ഡാർവിൻ നേരത്തെ സംസാരിക്കാത്തത്? ചിലർ പറയുന്നത് അദ്ദേഹം വളരെ ഭയപ്പെട്ടിരുന്നു എന്നാണ്. മറ്റു ചിലർ കരുതുന്നത് അദ്ദേഹം തന്ത്രകരനായിരുന്നുവെന്നും ശരിയായ നിമിഷം വരുന്നതുവരെ കാത്തിരുന്നു എന്നുമാണ്. ഒരു കാര്യമുറപ്പാണ്, ഡാർവിന് തിടുക്കമില്ലായിരുന്നു. അദ്ദേഹത്തിന് എല്ലാത്തിനും പൂർണ്ണ തെളിവുകൾ ശേഖരിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. അതേസമയം അദ്ദേഹം മറ്റൊരു കാര്യത്തെക്കുറിച്ചും ചിന്തിക്കുന്നു. മൃഗങ്ങൾ മാറുകയാണെങ്കിൽ മനുഷ്യരുടെ കാര്യമോ? ആരും ചോദിക്കാൻ ആഗ്രഹിക്കാത്ത ചോദ്യമാണിത്. കാരണം മനുഷ്യരും പരിണമിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ മുൻജീവികളിൽ നിന്നാണ് വന്നതെങ്കിൽ, നമ്മൾ പ്രകൃതിയിൽ നിന്ന് വേർപെട്ടവരല്ല, നമ്മൾ പ്രകൃതിയാണ്. അദ്ദേഹം ഇപ്പോൾ ആ ഭാഗം നിശബ്ദമാക്കുന്നു. ഒരു സമയത്ത് ഒരു വിപ്ലവം മാത്രം മതി. വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ജീവിതം സമാധാനത്തിൻ്റെയും കുഴപ്പത്തിൻ്റെയും മിശ്രിതമാണ്. ഡാർവിൻ്റെ കുട്ടികൾ ഹാളുകളിലൂടെ ഓടുന്നു. ചിലപ്പോൾ പാത്രങ്ങളിൽ ഇടിക്കുകയോ അബദ്ധത്തിൽ വീടിനുള്ളിൽ ചിത്രശലഭങ്ങളെ തുറന്നുവിടുകയോ ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ എമ്മ അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് ആശങ്കയാണ്. ഡാർവിന് പലപ്പോഴും വയറുവേദന, തലവേദന, ക്ഷീണം എന്നിവ അനുഭവിക്കുന്നു. ചില ചരിത്രകാരന്മാർ ഇത് സമ്മർദ്ദം മൂലമാണെന്ന് വിശ്വസിക്കുന്നു. മറ്റു ചിലർ പറയുന്നത് ഇത് ബീഗിൾ യാത്രയിൽ അദ്ദേഹത്തെ ബാധിച്ച ഒരു ഉഷ്ണമേഖല രോഗമായിരിക്കാമെന്നാണ്. അല്ലെങ്കിൽ ലോകത്തെ മാറ്റാൻ കഴിയുമെന്ന് അദ്ദേഹത്തിന് അറിയാവുന്ന ഒരു സിദ്ധാന്തത്തിൽ ഇരിക്കുന്നതിൽ നിന്നുള്ള ഉത്കണ്ഠയായിരിക്കാം ഇത്. ഒരു വിചിത്രമായ ചെറിയ വിശദാംശം എന്തെന്നാൽ, ഡാർവിൻ തൻ്റെ പൂന്തോട്ടത്തിൽ സാൻഡ്വാക്ക് എന്ന പേരിൽ ഒരു പ്രത്യേക നടത്തപാത നിർമ്മിച്ചു. അതൊരു ലൂപ്പാണ്. എല്ലാ ദിവസവും അവൻ ചിന്തിച്ചുകൊണ്ട് അതിൽ വൃത്താകൃതിയിൽ നടക്കുന്നു. ഒരു കൂമ്പാരത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ചെറിയ കല്ലുകൾ ഉപയോഗിച്ച് അവൻ താൻ എത്ര തവണ ആ ലൂപ്പിൽ നടന്നുവെന്ന് എണ്ണുന്നു. ഓരോ ചുവടും അവൻ്റെ ചിന്തകളെ ക്രമീകരിക്കാൻ സഹായിക്കുന്നു. ഇത് വെറും വ്യായാമമല്ല, അത് തലച്ചോറിൻ്റെ ഇന്ധനമാണ്. അവൻ നടക്കുമ്പോൾ അവനെല്ലാം അവലോകനം ചെയ്യുന്നു. ഫോസിലുകൾ, ദ്വീപമൃഗങ്ങൾ, പ്രാവുകൾ, സസ്യങ്ങൾ, അസ്ഥികൾ, പ്രാണികൾ. അവയെല്ലാം ഒരേ കഥ പറയുന്നു: മാറ്റം, സാവധാനത്തിലുള്ള, സ്ഥിരതയുള്ള, ശക്തമായ മാറ്റം. അതിനെ വിവരിക്കാൻ അവനൊരു മരം ഉപയോഗിക്കാൻ തുടങ്ങുന്നു. ഒരു യഥാർത്ഥ വൃക്ഷമല്ല, മറിച്ച് ഒരു ജീവവൃക്ഷമാണ്. അടിയിൽ ഒറ്റത്തടിയുള്ള ഒരു വലിയ വൃക്ഷത്തെ സങ്കൽപ്പിക്കുക. അതാണ് പൂർവികൻ. അവിടെ നിന്ന് ശാഖകൾ പിളർന്നു. എല്ലാം ഒരു പുതിയ ജീവിവർഗമാണ്. ചില ശാഖകൾ പെട്ടെന്ന് നിലയ്ക്കുന്നു. അവ വംശനാശം സംഭവിച്ച ജീവിവർഗങ്ങളാണ്. മറ്റുള്ളവ നീണ്ടു നിൽക്കുന്നു, വ്യാപകമായി വ്യാപിക്കുന്നു. അതാണ് ഇന്നത്തെ ജീവിതം. അതൊരു മനോഹരമായ ചിത്രമാണ്. എല്ലാ ജീവജാലങ്ങളും ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇതിനർത്ഥം. ബാക്ടീരിയ, മത്സ്യം, തവള, മനുഷ്യർ, നാം എല്ലാവരും ഒരേ മരത്തിൻ്റെ വ്യത്യസ്ത ശാഖകളാണ്. ഇപ്പോൾ ഡാർവിൻ പൂർണ്ണമായും ഒറ്റയ്ക്കല്ല. മറ്റു ചില ശാസ്ത്രജ്ഞരും പരിണാമത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്തെ പോലെ തെളിവുകളുടെ ഒരു പർവ്വതം മറ്റാർക്കുമില്ല. ഇത്രയും ആഴത്തിൽ കുഴിക്കാൻ ആരും സമയമെടുത്തിട്ടില്ല. എന്നിട്ടും അദ്ദേഹം പ്രസിദ്ധീകരിക്കുന്നില്ല. പകരം അദ്ദേഹം തൻ്റെ കുറിപ്പുകൾ എഡിറ്റ് ചെയ്യുന്നു, ഡ്രാഫ്റ്റുകൾ മാറ്റി എഴുതുന്നു, ചെറിയ ആശയങ്ങൾ പരീക്ഷിക്കുന്നു. ഒരു ഘട്ടത്തിൽ അദ്ദേഹം സസ്യങ്ങൾ എത്രത്തോളം വ്യാപിക്കുമെന്ന് കാണാൻ കടുകുവിത്ത് പക്ഷികാഷ്ടത്തിലിടുന്നു. അതെ, പക്ഷി വിസർജന ശാസ്ത്രം. കാരണം ഒരു പക്ഷിക്ക് ഒരു പുതിയ ദ്വീപിലേക്ക് പറന്ന് അതറിയാതെ തന്നെ ഒരു വിത്ത് നടാൻ കഴിയുമെങ്കിൽ അത് സസ്യങ്ങൾ ഭൂഖണ്ഡങ്ങൾക്കിടയിൽ എങ്ങനെ വ്യാപിച്ചു എന്ന് വിശദീകരിച്ചേക്കാം. ഡാർവിൻ്റെ ജീവിതം, കുടുംബം, ശാസ്ത്രം, ഭയം എന്നിവയ്ക്കിടയിലുള്ള ഒരു ശാന്തമായ സന്തുലിതാവസ്ഥയായി മാറുന്നു. അവനറിയാം, അവൻ വലിയൊരു കാര്യത്തിനടുത്താണെന്ന്.
എന്നിട്ടും അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തുന്ന ചോദ്യം എന്തെന്നാൽ ആരെങ്കിലും അദ്ദേഹത്തെ വിശ്വസിക്കുമോ എന്നാണ്. 1857 അടുക്കുമ്പോൾ ഡാർവിൻ ഇപ്പോൾ 40കളുടെ അവസാനത്തിലാണ്. അദ്ദേഹത്തിൻ്റെ താടി കട്ടിയാണ്, ആരോഗ്യം മോശമായിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം ഏതാണ്ട് പൂർണ്ണമാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ വേണ്ടത് അത് പുറത്തുവിടാൻ ഒരു കാരണം മാത്രമാണ്. ആ കാരണം വരാൻ പോകുന്നു. ഒരു ഫോസിലിൽ നിന്നോ പക്ഷിയിൽ നിന്നോ ബാർണക്കിളിൽ നിന്നോ അല്ല, മറിച്ച് ഒരു കത്തിൽ നിന്നാണ്. 1858 വേനൽക്കാലം ഡൗൺ ഹൗസിൽ നിന്നും നിശബ്ദമായി ആരംഭിക്കുന്നു. ഇപ്പോൾ 50 വയസ്സിനടുത്ത് പ്രായമുള്ള ചാൾസ് ഡാർവിൻ അദ്ദേഹത്തിൻ്റെ പതിവ് ലൂപ്പായ സാൻഡ് വാക്കിലൂടെ പോക്കറ്റിൽ ചെറിയ കല്ലുകൾ വെച്ച് എപ്പോഴത്തെയും പോലെ ചിന്തകൾ പേറി ആ വൃത്താകൃതിയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. പരിണാമത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കൈയെഴുത്ത് പ്രതി ഇപ്പോഴും തൻ്റെ ഡ്രോയറിൽ ഒളിപ്പിച്ചിരിക്കുന്നു. 20 വർഷത്തിലേറെയായി അദ്ദേഹം അതിൽ പ്രവർത്തിക്കുന്നു. ആയിരക്കണക്കിന് പേജുകൾ നീളമുള്ള ഇത് കുറിപ്പുകൾ, വാദങ്ങൾ, രേഖാചിത്രങ്ങൾ എന്നിവയാൽ നിറഞ്ഞിരിക്കുന്നു. എന്നാൽ അതിപ്പോഴും പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടില്ല. പിന്നെ ഒരു ദിവസം ഒരു മെയിൽ വരുന്നു. ആൽഫ്രഡ് റസൽ വാലസ് എന്ന വ്യക്തിയുടെ ഒരു കത്താണത്. ഡാർവിൻ അദ്ദേഹത്തെ ചെറിയ രീതിയിൽ അറിയാം. വാലസ് ഒരു ചെറിയ പ്രകൃതിശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം മലൈ ദ്വീപ സമൂഹം പര്യവേക്ഷണം ചെയ്യുന്നു. തെക്കുകിഴക്കേ ഏഷ്യയ്ക്കും ഓസ്ട്രേലിയയ്ക്കും ഇടയിലുള്ള ഒരു മഹാദ്വീപ സമൂഹമാണ് മലൈ ദ്വീപ സമൂഹം. അതാണ് ആധുനിക ഇന്തോനേഷ്യ. അദ്ദേഹം ചൂടിലും കാടുകളിലും ചിത്രശലഭങ്ങളെ പിടിക്കുകയും പക്ഷികളെ ശേഖരിക്കുകയും ചെയ്യുന്നു. ഡാർവിൻ ഒരിക്കൽ ബീഗിളിൽ ചെയ്തതുപോലെ ജീവിവർഗങ്ങൾ എങ്ങനെ മാറുന്നു എന്ന് വാലസ് ചിന്തിക്കുന്നു. കത്തിൽ വാലസ് ഒരാശയം രൂപപ്പെടുത്തുന്നു. ഒരു വലിയ ആശയം, ഞെട്ടിക്കുന്ന തരത്തിൽ പരിചിതമായി തോന്നുന്ന ഒരാശയം. അത് പ്രകൃതി തിരഞ്ഞെടുപ്പിനെക്കുറിച്ചാണ്. ഡാർവിൻ ആകെ മരവിക്കുന്നു. ആയിരക്കണക്കിന് മൈലുകൾ അകലെ ജോലി ചെയ്യുന്ന വാലസ് അതേ സിദ്ധാന്തം തന്നെ കൊണ്ടുവന്നിരിക്കുന്നു. അതും അദ്ദേഹം പൂർണ്ണമായും സ്വന്തമായി ചെയ്തത്. അദ്ദേഹം അത് ഡാർവിന് ഫീഡ്ബാക്കിനായി അയച്ചിരിക്കുന്നു. നൂറ്റാണ്ടിലൊരിക്കൽ സംഭവിക്കുന്ന യാദൃശ്ചികതയാണിത്. ചരിത്രകാരന്മാർ ഇപ്പോഴും ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. വാലസ് ഡാർവിൻ്റെ മുൻകാല രചനകൾ വായിച്ച് പ്രചോദനം ഉൾക്കൊണ്ടിരുന്നു. വിയർക്കുന്ന കാട്ടിലെ കുടിലിൽ മലേറിയ ബാധിച്ച് അദ്ദേഹം അത് സ്വന്തമായി കണ്ടെത്തിയോ? സത്യം ഒരിക്കലും പൂർണ്ണമായി അറിയപ്പെടാൻ സാധ്യതയില്ല. എന്നാൽ പ്രധാന കാര്യം ഇതാണ്: ഡാർവിൻ്റെ ഏറ്റവും വലിയ ഭയം വന്നിരിക്കുന്നു. മറ്റൊരാൾ ഇതേ ആശയം പ്രസിദ്ധീകരിക്കാൻ തയ്യാറാണ്. ഒരു നിമിഷം ഡാർവിൻ പരിഭ്രാന്തനാകുന്നു. പതിറ്റാണ്ടുകളായി അദ്ദേഹം നിശബ്ദമായി തൻ്റെ സിദ്ധാന്തം കെട്ടിപ്പടുത്തുകയാണ്. ഇപ്പോൾ മറ്റാരെങ്കിലും അദ്ദേഹത്തെ അതിൽ തോൽപ്പിച്ചേക്കാം. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വിശ്വസ്തനായ 2 കൂട്ടുകാരായ ജിയോളജിസ്റ്റ് ചാൾസ് ലിയലും സസ്യശാസ്ത്രജ്ഞൻ ജോസഫ് ഹുക്കറും ഉൾപ്പെടെയുള്ള തൻ്റെ സുഹൃത്തുക്കൾക്ക് അദ്ദേഹം എഴുതുന്നു. ഞാൻ വാലസിൻ്റെ കണ്ടുപിടുത്തം മോഷ്ടിക്കുന്നതായി തോന്നുന്നതിനേക്കാൾ എൻ്റെ പുസ്തകം മുഴുവൻ കത്തിച്ചു കളയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്ക് മറ്റൊരാശയമുണ്ട്. ഒരു ശാസ്ത്രയോഗത്തിൽ വാലസിൻ്റെ പ്രബന്ധവും ഡാർവിൻ്റെ ചില മുൻകാല കൃതികളും ഒരുമിച്ച് അവതരിപ്പിക്കാൻ അവർ നിർദ്ദേശിക്കുന്നു. അങ്ങനെ 2 പേർക്കും അംഗീകാരം ലഭിക്കുന്നു. ഡാർവിൻ്റെ നീണ്ട വർഷത്തെ നിശബ്ദ പഠനം പാഴാകുന്നുമില്ല. ഇതൊരു വിചിത്ര നിമിഷമാണ്. ഡാർവിൻ വളരെ ദുഃഖത്തിലാണ്. അദ്ദേഹത്തിൻ്റെ ഇളയ മകൻ അസുഖം ബാധിച്ചു മരിച്ചു. അദ്ദേഹത്തിന് യോഗത്തിൽ പങ്കെടുക്കാൻ പോലും കഴിഞ്ഞില്ല. അങ്ങനെ 1858 ജൂലൈ 1 ലണ്ടനിലെ ലിനിയൻ സൊസൈറ്റിയിൽ 2 പ്രബന്ധങ്ങൾ ഉറക്കെ വായിക്കുന്നു. ഒന്ന് ആൽഫ്രഡ് റസൽ വാലസിൻ്റേത്, മറ്റൊന്ന് ഡാർവിൻ്റെ മുൻകാല രചനകളുടെ ഒരു ശേഖരം. അദ്ദേഹത്തിന് വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ആശയമുണ്ടായിരുന്നുവെന്ന് അത് കാണിക്കുന്നു. അതുപോലെ
പ്രകൃതി നിർദ്ധാരണത്തിലൂടെയുള്ള പരിണാമം ഇനി ഒരു രഹസ്യമല്ല. എന്നാൽ അതിന് കിട്ടിയ പ്രതികരണം കൂടുതലും നിശബ്ദതയായിരുന്നു. പ്രേക്ഷകർ ആശയക്കുഴപ്പത്തിലാണ്. കുറച്ച് ആളുകൾക്ക് താൽപ്പര്യമുണ്ട്. മിക്കവർക്കും ഇതിനെക്കുറിച്ച് എന്തു പറയണമെന്നുറപ്പില്ല. ഒരാൾ ആ വർഷം പ്രത്യേകിച്ച് ശ്രദ്ധേയമായ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നൊരു കുറിപ്പിലെഴുതി. പക്ഷെ അയാൾക്ക് അതിനെക്കുറിച്ചൊരു ധാരണയുമില്ലായിരുന്നു. എന്നാൽ ഡാർവിന് ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നറിയാം. അദ്ദേഹം തൻ്റെ വലിയ കയ്യെഴുത്തുപ്രതി മാറ്റി എഴുതാൻ തുടങ്ങുന്നു. അത് ചെറുതും വായിക്കാൻ കഴിയുന്നതുമായ ഒരു പുസ്തകമാക്കി ചുരുക്കുന്നു. 1000 പേജുകളല്ല, ഏതാണ്ട് 100 പേജുകൾ മാത്രം. അദ്ദേഹം ഇതിനെ പ്രകൃതി നിർദ്ധാരണത്തിലൂടെയുള്ള ജീവിവർഗങ്ങളുടെ ഉത്ഭവത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ചുരുക്കത്തിൽ ജീവിവർഗങ്ങളുടെ ഉത്ഭവത്തെക്കുറിച്ച് എന്ന് വിളിക്കുന്നു. ഇപ്പോഴദ്ദേഹത്തിന് ഒരു സമയപരിധിയുണ്ട്. അദ്ദേഹത്തിന് അത് കഴിയുന്നതിലും വേഗം പൂർത്തിയാക്കണം. തലവേദന, വയറുവേദന, ഉത്കണ്ഠയിലൂടെ അദ്ദേഹം നിർത്താതെ പ്രവർത്തിക്കുന്നു. എഡിറ്റ് ചെയ്യാൻ എമ്മ അദ്ദേഹത്തെ സഹായിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കുട്ടികൾ വീട് സജീവമായി നിലനിർത്തുന്നു. ഡാർവിൻ ആളുകൾക്ക് ശരിക്കും മനസ്സിലാകുന്ന രീതിയിൽ പരിണാമത്തെക്കുറിച്ച് വിശദീകരിക്കാൻ ദൃഢനിശ്ചയത്തോടെയാണ് എല്ലാ വാചകങ്ങളും എഴുതുകയും മാറ്റിയെഴുതുകയും ചെയ്യുന്നത്. പുസ്തകത്തിൻ്റെ മിക്ക ഭാഗങ്ങളിലും പരിണാമം എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ഡാർവിൻ ഒഴിവാക്കുന്നു. കാരണം ആ സമയത്ത് ആ വാക്ക് ഇതിനകം വിവാദമായി തീർന്നിരുന്നു. വന്യമായ ആശയങ്ങളുമായി, അശാസ്ത്രീയമായ ഊഹങ്ങളുമായി ആ വാക്ക് ബന്ധപ്പെട്ടിരിക്കുന്നു. പകരം അദ്ദേഹം ഡീസൻ്റ് വിത്ത് മോഡിഫിക്കേഷൻ, അതായത് പരിഷ്കരണത്തോടുകൂടിയ ഇറക്കം എന്ന പേരിൽ ഉറച്ചു നിൽക്കുന്നു. അത് കൂടുതൽ ശാന്തവും മൃദുവുമായി തോന്നുന്നു. ഇടിമിന്നൽ പോലെയല്ല, ഒരു ഇളം കാറ്റ് പോലെയാണ്. പക്ഷേ തെറ്റിദ്ധരിക്കരുത്, ഇത് അതേ വിപ്ലവകരമായ ആശയമാണ്. നാച്ചുറൽ സെലക്ഷൻ എന്താണെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. ഒരു ശാന്തമായ ശില്പി പോലെയാണ്. അത് തകർക്കുകയോ മുറിക്കുകയോ ചെയ്യില്ല. അത് പതുക്കെ ചെറിയ മാറ്റങ്ങൾ കൂട്ടിച്ചേർത്തു മുന്നോട്ടു പോകുന്നു. കാലക്രമേണ, ചിലപ്പോൾ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം, ഒരു പുതിയ സ്പീഷീസ് രൂപപ്പെടുന്നു. അദ്ദേഹം അതിന് ഉദാഹരണങ്ങൾ നൽകുന്നു. പ്രാവുകൾ, കുതിരകൾ, തേനീച്ചകൾ, ബാർനക്കികൾ. മനുഷ്യരെക്കുറിച്ച് നേരിട്ട് സംസാരിക്കുന്നത് അദ്ദേഹം ഒഴിവാക്കുന്നു. ആളുകളെ അസ്വസ്ഥപ്പെടുത്തുന്ന ഭാഗം അതാണെന്ന് അദ്ദേഹത്തിന് അറിയാം. പക്ഷേ സൂചന അവിടെയുണ്ട്. പുസ്തകത്തിൻ്റെ അവസാനം മനുഷ്യൻ്റെ ഉത്ഭവത്തിലേക്ക് വെളിച്ചം വീഴും എന്ന് അദ്ദേഹം എഴുതുന്നു. അതെ, മനുഷ്യരും ഈ കഥയുടെ ഭാഗമാണെന്ന് മൃദുവായ മുന്നറിയിപ്പ്. അദ്ദേഹം എഴുതുമ്പോൾ കൂടുതൽ കത്തുകൾ വരുന്നു. ചില ശാസ്ത്രജ്ഞർ ആവേശത്തിലാണ്, മറ്റുള്ളവർ രോഷാകുലരാണ്. സഭ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നു. ഡാർവിൻ്റെ സിദ്ധാന്തം ആളുകളെ ദൈവത്തിൽ നിന്ന് അകറ്റുമെന്ന് പ്രസംഗകർ മുന്നറിയിപ്പ് നൽകുന്നു. എന്നാൽ ഡാർവിൻ ആക്രോശിക്കുന്നില്ല. ശാന്തമായ വാക്കുകളും സൂക്ഷ്മമായ യുക്തിയും ഉപയോഗിച്ച് അദ്ദേഹം വിശദീകരിക്കുന്നു. ഡാർവിൻ യഥാർത്ഥത്തിൽ എത്രത്തോളം മതവിശ്വാസിയായിരുന്നുവെന്ന് ചരിത്രകാരന്മാർ ഇപ്പോഴും വാദിക്കുന്നു. മകളുടെ മരണശേഷം അദ്ദേഹത്തിന് വിശ്വാസം നഷ്ടപ്പെട്ടുവെന്ന് ചിലർ പറയുന്നു. പരമ്പരാഗത വിശ്വാസങ്ങളിൽ നിന്ന് അകന്നുപോയിട്ടും അദ്ദേഹം നിശബ്ദമായി ആത്മീയമായി തുടർന്നുവെന്ന് മറ്റുള്ളവർ കരുതുന്നു. ശാസ്ത്രത്തിനും മതത്തിനുമിടയിൽ ഒരു യുദ്ധം ആരംഭിക്കാൻ ഡാർവിൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല എന്നത് വ്യക്തമാണ്. പ്രകൃതിയിൽ താൻ കണ്ട സത്യം പറയാൻ മാത്രമാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. വാലസിനെപ്പറ്റി പറയുകയാണെങ്കിൽ അയാൾക്ക് ദേഷ്യമില്ല. വാസ്തവത്തിൽ വാലസ് ഡാർവിനെ ബഹുമാനിക്കുന്നു. സിദ്ധാന്തം വിശദമായി വികസിപ്പിച്ചതിന് ഡാർവിന് അംഗീകാരം അർഹിക്കുന്നുവെന്ന് സമ്മതിക്കുന്നു. ഇരുവരും വർഷങ്ങളോളം സൗഹൃദം നിലനിർത്തുന്നു. ആത്മീയ ശക്തികളെയും നിഗൂഢമായ ഊർജത്തെയും കുറിച്ചുള്ള ചില വിചിത്രമായ ആശയങ്ങൾ ഉൾപ്പെടെ സ്വന്തം ആശയങ്ങൾ ചേർക്കുമ്പോഴും വാലസ് പരിണാമത്തിൻ്റെ ശക്തമായ പിന്തുണക്കാരനായി മാറുന്നു. 1859 മാസങ്ങൾ നീണ്ട കഠിനാധ്വാനത്തിന് ശേഷം ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് ഒടുവിൽ പ്രസിദ്ധീകരിച്ചു.
1250 കോപ്പികളുടെ ആദ്യ പ്രിന്റ് ആദ്യ ദിവസം തന്നെ വിറ്റുതീർന്നു. ഇത് വെറുമൊരു ശാസ്ത്രപുസ്തകമല്ല, ജീവശാസ്ത്ര ലോകത്തിന്മേലിട്ട ഒരു ബോംബാണ്. ഡാർവിൻ അത് ചെയ്തു. പക്ഷേ അതിന് പിന്നാലെ ഒരു വലിയ കൊടുങ്കാറ്റ് ആരംഭിക്കുകയാണെന്ന് അവനറിയാം. 1859 നവംബർ 24 ലണ്ടനിലെ പുസ്തകശാലകളിലെത്തുന്ന ഡാർവിൻ്റെ പുസ്തകമാണ് ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ്. പരേഡുകളില്ല, സ്ഫോടനങ്ങളില്ല, മരഷെൽഫുകളിൽ നിരത്തിവെച്ച പച്ച നിറത്തിലുള്ള കവറുകളുള്ള പുസ്തകങ്ങളുടെ കൂമ്പാരങ്ങൾ മാത്രം. പക്ഷേ ആ പേജുകൾക്കുള്ളിൽ ഡൈനമൈറ്റാണ്. ദിവസാവസാനത്തോടെ ഓരോ കോപ്പിയും വിറ്റുതീർന്നു. ഇംഗ്ലണ്ടിലുടനീളമുള്ള ആളുകൾ സംസാരിക്കുന്നു. ചിലർ മന്ത്രിക്കുന്നു, ചിലർ ആർപ്പ് വിളിക്കുന്നു, ചിലർ ഞെട്ടിത്തരിച്ച് പുസ്തകം മുകളിലേക്കെറിയുന്നു. ചാൾസ് ഡാർവിൻ്റെ പുസ്തകം വെറുമൊരു സൗമ്യമായ സിദ്ധാന്തമല്ല. നൂറ്റാണ്ടുകളായി ആളുകൾ ജീവിതത്തെയും സൃഷ്ടിയെയും മനസ്സിലാക്കിയ രീതിയെ വെല്ലുവിളിക്കുന്നു. ഡാർവിൻ്റെ ആശയത്തിൻ്റെ കാതൽ ലളിതമാണ്. എല്ലാ ജീവജാലങ്ങളും കാലക്രമേണ സാധാരണ പൂർവികരിൽ നിന്നുത്ഭവിച്ചതാണ്. ഈ മാറ്റത്തിന് നേതൃത്വം നൽകുന്ന എഞ്ചിൻ സ്വാഭാവിക തിരഞ്ഞെടുപ്പാണ്. ഏറ്റവും ശക്തരും ബുദ്ധിമാന്മാരും വേഗതയേറിയവരുമാണോ ഇവിടെ സർവൈവ് ചെയ്യുന്നത്? എല്ലായ്പ്പോഴും വിജയികളല്ല. അവരുടെ സ്വഭാവവിശേഷങ്ങൾ കൈമാറാൻ കഴിയുന്നവരാണ് അവരുടെ പരിസ്ഥിതിക്ക് ഏറ്റവും അനുയോജ്യമായവർ. മിക്ക ആളുകളും ഇപ്പോഴും ബൈബിളിൽ നിന്നുള്ള സൃഷ്ടിയുടെ കഥയിൽ വിശ്വസിക്കുന്ന ഒരു കാലഘട്ടത്തിൽ 6 ദിവസത്തിനുള്ളിൽ എല്ലാ ജീവജാലങ്ങളെയും ദൈവം സൃഷ്ടിച്ചു എന്ന് വിശ്വസിക്കുന്ന ആ കാലഘട്ടത്തിൽ ഇതൊരു ഇടിമുഴക്കമാണ്. ഡാർവിനിൻ്റെ സിദ്ധാന്തം പറയുന്നത് ജീവിതം സ്ഥിരമല്ല എന്നാണ്. അത് മാറുന്നു, അത് പൊരുത്തപ്പെടുന്നു. മനുഷ്യരും പുഴുക്കളും തിമിംഗലങ്ങളും കളകളും അടങ്ങുന്ന ഒരേ വലിയ ജീവവൃക്ഷത്തിൻ്റെ ഒരു ശാഖ മാത്രമാണ് നമ്മൾ. പല ശാസ്ത്രജ്ഞർക്കും ഇത് ആവേശകരമാണ്, പല മതനേതാക്കൾക്കും ഇത് ഭയാനകമാണ്. തക്ഷണം എല്ലായിടത്തും അതിനെക്കുറിച്ച് ചർച്ച ആരംഭിക്കുന്നു. ഡാർവിനിൻ്റെ ബുൾഡോഗ് എന്ന് വിളിപ്പേരുള്ള തോമസ് ഹക്സ്ലിയെ പോലുള്ള ചില ശാസ്ത്രജ്ഞർ എഴുന്നേറ്റ് നിന്ന് സിദ്ധാന്തത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഹക്സ്ലി ഡാർവിനോട് യോജിക്കുക മാത്രമല്ല, പോരാട്ടത്തിനായി തയ്യാറായി ജീവിക്കുന്നു. ആശയം അടച്ചുപൂട്ടാൻ ശ്രമിക്കുന്ന എല്ലാരോടും അദ്ദേഹം വാദിക്കുന്നു. സാമുവൽ വിൽബർഫോഴ്സ് എന്ന ബിഷപ്പ് ഡാർവിനെ പരസ്യമായി പരിഹസിക്കാൻ ശ്രമിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ നിമിഷങ്ങളിലൊന്ന്. ഹക്സ്ലിയുടെ മുത്തശ്ശനും കുടുംബവും കുരങ്ങിൽ നിന്ന് ഉണ്ടായതാണോ എന്ന് ബിഷപ്പ് ചോദിക്കുന്നു. ഹക്സ്ലിയുടെ രസകരമായ മറുപടി ഇങ്ങനെയായിരുന്നു: ശാസ്ത്രത്തെ പരിഹസിക്കാൻ തലച്ചോറ് ഉപയോഗിക്കുന്ന ഒരാളിൽ നിന്നല്ല, മറിച്ച് ഒരു കുരങ്ങിൽ നിന്നാണ് ഞാൻ ഉണ്ടായത് എന്ന് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. പക്ഷേ ഡാർവിൻ ഈ പോരാട്ടങ്ങളിൽ മിക്കതിലും നിശബ്ദത പാലിക്കുന്നു. അദ്ദേഹം ഒരു പോരാളിയല്ല, അദ്ദേഹം ഒരു ചിന്തകനാണ്. മറ്റുള്ളവർ പത്രങ്ങളിലും പ്രഭാഷണ ഹാളുകളിലും വാദിക്കുമ്പോൾ അദ്ദേഹം ഡൗൺ ഹൗസിൽ തിരിച്ചെത്തി സാൻഡ് വാക്കിലൂടെ നടക്കുന്നു, കത്തുകൾ എഴുതുന്നു, പുഴുക്കളെ പഠിക്കുന്നു. ഡാർവിൻ തൻ്റെ സിദ്ധാന്തത്തെ കൂടുതൽ പരസ്യമായി പ്രതിരോധിക്കണമായിരുന്നു എന്ന് ചരിത്രകാരന്മാർ ഇപ്പോഴും ചർച്ച ചെയ്യുന്നു. സംഭാഷണം നയിക്കാനുള്ള അവസരം അദ്ദേഹം നഷ്ടപ്പെടുത്തി എന്ന് ചിലർ പറയുന്നു. ഡാർവിൻ കൃതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ ഹക്സ്ലിയെ പോലുള്ള മറ്റുള്ളവർക്ക് ഉച്ചത്തിൽ സംസാരിക്കാൻ അദ്ദേഹത്തിൻ്റെ മൗനം ഇടം നൽകി എന്ന് മറ്റുള്ളവർ കരുതുന്നു. എന്തായാലും ലോകം മാറിക്കൊണ്ടിരിക്കുന്നു. താമസിയാതെ ആളുകൾ ഡാർവിനിൻ്റെ ആശയങ്ങൾ പുതിയതും ചിലപ്പോൾ വിചിത്രവുമായ രീതിയിൽ ഉപയോഗിക്കാൻ തുടങ്ങുന്നു. പരിണാമം വംശീയതയെ സുദൃഢിക്കുന്നു എന്ന് ചിലർ പറയുന്നു. ചില വംശങ്ങൾ മറ്റുള്ളവയേക്കാൾ കൂടുതൽ പരിണമിച്ചു എന്ന് അവകാശപ്പെടുന്നു. ഡാർവിൻ എഴുതിയത് അങ്ങനെയല്ല, പക്ഷേ ആളുകൾ സ്വന്തം ആവശ്യങ്ങൾക്കായി അതിനെ വളച്ചൊടിക്കുന്നു. മറ്റുള്ളവർ മുതലാളിത്തത്തെ സപ്പോർട്ട് ചെയ്യാൻ ഈ ആശയം ഉപയോഗിക്കുന്നു. ബിസിനസ്സിലെ മത്സരം ഏറ്റവും മികച്ചവൻ്റെ അതിജീവനം മാത്രമാണെന്ന് പറയുന്നു. ആ വാചകം ഡാർവിനിൻ്റേത് പോലുമല്ല. പരിണാമത്തെ സാമ്പത്തിക സിദ്ധാന്തവുമായി കൂട്ടിക്കലർത്താൻ ശ്രമിച്ച തത്വചിന്തകനായ ഹെർബർട്ട് സ്പെൻസറാണ് അത് ആദ്യം ഉപയോഗിച്ചത്. ഡാർവിൻ ഇതെല്ലാം ദൂരെ നിന്ന് വീക്ഷിക്കുന്നു. തൻ്റെ സിദ്ധാന്തം എവിടെയാണ് ഉപയോഗിക്കുന്നത് എന്നറിയുന്നതിൽ അദ്ദേഹം ശ്രദ്ധാലുവാണ്. പക്ഷേ പരിണാമവുമായി ആളുകൾ എല്ലാ ദിശകളിലേക്കും ഓടുകയാണ്. ചിലത് സത്യത്തിലേക്കും ചിലത് കുഴപ്പത്തിലേക്കും. എന്നാൽ ഈ കുഴപ്പങ്ങൾക്കിടയിലും ഡാർവിൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം കൂടുതൽ പുസ്തകങ്ങൾ എഴുതുന്നു,
ഭൂരിഭാഗം ആളുകളും അവഗണിക്കുന്ന പ്രകൃതിയുടെ ഭാഗങ്ങളിലേക്ക് അദ്ദേഹം കൂടുതൽ ചിന്തിക്കുന്നു. അദ്ദേഹം ദ ഡിസെൻഡ് ഓഫ് മാൻ എന്ന പുസ്തകം എഴുതുന്നു. അത് അവസാനം മനുഷ്യ പരിണാമത്തെക്കുറിച്ച് തുറന്നു പറയുന്നു. അതെ, മനുഷ്യരും കുരങ്ങന്മാരും ഒരു പൊതുപൂർവികനെ പങ്കിടുന്നു എന്ന് അദ്ദേഹം പറയുന്നു. ആ പ്രസ്താവന മാത്രം മതി യൂറോപ്പിലുടനീളം അത്താഴമേശകളിൽ വാദപ്രതിവാദങ്ങൾ തുടങ്ങാൻ. വികാരങ്ങളും ഓർക്കിഡുകളും മണ്ണിരകളുമെക്കുറിച്ചും അദ്ദേഹം എഴുതുന്നു. അതെ, വീണ്ടും മണ്ണിരകൾ. വസ്തുതയിൽ പുഴുക്കളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പുസ്തകം ഒരു സർപ്രൈസ് ബെസ്റ്റ് സെല്ലറായി മാറുന്നു. അതിൽ പുഴുക്കൾ എങ്ങനെയാണ് കഠിനമായ മണ്ണിനെ പതുക്കെ സമ്പന്നമായ ഭൂമിയാക്കി മാറ്റുന്നത് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. കാലം ക്രമേണ ആ ഭീമാകാരമായ ജോലി ചെയ്യുന്ന ഒരു ചെറിയ ജീവികളാണ് അവ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഡാർവിൻ എഴുതുന്നതെല്ലാം ആ ഒരു വലിയ ആശയത്തിലേക്കാണ് പോകുന്നത്. ചെറിയ മാറ്റങ്ങൾ വളരെ കാലം കൊണ്ട് വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നു. ഡാർവിൻ പലപ്പോഴും രോഗിയാണ്. അദ്ദേഹം ഒരു സോഫയിലിരുന്ന് എഴുതുന്നു. ചിലപ്പോൾ പുതപ്പിൽ പൊതിഞ്ഞ് ഇരിക്കാൻ പോലും കഴിയാതെ വരുന്നു. അദ്ദേഹം നഗരങ്ങൾ ഒഴിവാക്കുന്നു, സംഘർഷം ഒഴിവാക്കുന്നു, നാടകം ഒഴിവാക്കുന്നു. എന്നാൽ ഇതിനിടയിലും അദ്ദേഹം തൻ്റെ സിദ്ധാന്തത്തിൻ്റെ തെളിവുകൾ കൂട്ടിച്ചേർക്കുകയാണ്. അദ്ദേഹം ഒരു സിദ്ധാന്തത്തെ പ്രതിരോധിക്കുക മാത്രമല്ല, ജീവിതത്തെ മനസ്സിലാക്കുന്നതിനുള്ള ഒരു പുതിയ മാർഗം കെട്ടിപ്പടുക്കുകയാണ്. ഒരു കൗതുകകരമായ വസ്തുത എന്തെന്നാൽ, ശബ്ദകോലാഹലവും തിരിച്ചടികളും ഉണ്ടായിരുന്നിട്ടും ഡാർവിന് ഇപ്പോഴും അവാർഡുകളും ബഹുമതികളും ലഭിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ശാസ്ത്രജ്ഞർ അദ്ദേഹത്തെ കൂടുതൽ ബഹുമാനിക്കാൻ തുടങ്ങുന്നു. അദ്ദേഹത്തോട് യോജിക്കാത്തവർക്ക് പോലും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധാപൂർവമായ പ്രവർത്തനത്തെയും ശക്തമായ യുക്തിയെയും നിഷേധിക്കാൻ കഴിയില്ല. ആ മനുഷ്യൻ പരസ്യമായി നിലവിളിക്കുന്നില്ലായിരിക്കാം, പക്ഷേ അദ്ദേഹത്തിൻ്റെ ശബ്ദം എല്ലായിടത്തുമുണ്ട്. വാലസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു വിശ്വസ്ത സുഹൃത്തായി തുടരുന്നു. ഒരേ ആശയം അവർ കണ്ടെത്തിയെങ്കിലും ഡാർവിൻ്റെ മേൽ അദ്ദേഹം ക്രെഡിറ്റ് അവകാശപ്പെടുന്നില്ല. വാസ്തവത്തിൽ അദ്ദേഹം ഡാർവിൻ്റെ ഏറ്റവും ശക്തമായ പിന്തുണയ്ക്കാരിൽ ഒരാളായി മാറുന്നു. പൊതുജനങ്ങളുടെ ചിന്തകൾ വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ചിലർ ഡാർവിനെ ഒരു പ്രതിഭ എന്ന് വിളിക്കുന്നു. മറ്റുള്ളവർ അദ്ദേഹത്തെ ഒരു വിഡ്ഢി, ഒരു നിരീശ്വരവാദി, അല്ലെങ്കിൽ അതിലും മോശം വിളിക്കുന്നു. കാർട്ടൂണിസ്റ്റുകൾ അദ്ദേഹത്തെ ഒരു കുരങ്ങിൻ്റെ ശരീരം കൊണ്ട് വരയ്ക്കുന്നു. അദ്ദേഹം ലോകത്തെ നാശത്തിലേക്ക് നയിക്കുകയാണെന്ന് പ്രസംഗകർ പറയുന്നു. സ്വന്തം കുടുംബം പോലും ചിലപ്പോൾ അതിൻ്റെ പ്രത്യാഘാതം അനുഭവിക്കുന്നു. പക്ഷേ ഡാർവിൻ ഒരിക്കലും ശാന്തത കൈവിടുന്നില്ല. അദ്ദേഹം തൻ്റെ സാൻഡ്വാക്ക് പാതയിലൂടെ സഞ്ചരിക്കുന്നു, പഠനം തുടരുന്നു, എഴുത്തു തുടരുന്നു. ഡാർവിൻ്റെ സിദ്ധാന്തം ലോകത്തെ എത്രമാത്രം പിടിച്ചുകുലുക്കി എന്നതിനെക്കുറിച്ച് ചരിത്രകാരന്മാർ ഇപ്പോഴും വാദിക്കുന്നു. അതൊരു വിപ്ലവമായിരുന്നോ, അതോ മന്ദഗതിയിലുള്ളൊരു മാറ്റമോ? എന്തായാലും അത് ജനിതകശാസ്ത്രം, തന്മാത്രാ ജീവശാസ്ത്രം എന്നിവയിലേക്ക് വളരുന്ന വിത്തുകൾ നട്ടുപിടിപ്പിച്ചു. ഡാർവിൻ ഇല്ലായിരുന്നുവെങ്കിൽ ആൻറ്റിബയോട്ടിക് പ്രതിരോധം, വൈറസുകൾ, അല്ലെങ്കിൽ നിങ്ങളുടെ നായ ഇപ്പോഴും മണ്ണാന്മാരെ ഓടിക്കാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാകുമായിരുന്നില്ല. എന്നിട്ടും എല്ലാ ആർപ്പുവിളികൾക്കിടയിലും ഡാർവിൻ്റെ സന്ദേശം നിശബ്ദമാണ്, ലളിതം, സമാധാനപരം. പ്രകൃതി തിരക്കുകൂട്ടുന്നില്ല, പക്ഷേ അതൊരിക്കലും നിലയ്ക്കുന്നുമില്ല. ജീവിതം മാറുന്നു, അത്ഭുതങ്ങളോ മാന്ത്രികതയോ കൊണ്ടല്ല, മറിച്ച് സമയം, സമ്മർദ്ദം, അതിജീവനം എന്നിവ കൊണ്ട്. ഈ ആശയം ഇതുവരെ പങ്കിട്ടതിൽ വെച്ച് ഏറ്റവും ശക്തമായ ആശയങ്ങളിലൊന്നാണ്. പാർട്ടികൾക്കു പകരം വണ്ടുകളെയും രാഷ്ട്രീയത്തിനു പകരം പ്രാവുകളെയും കരഘോഷത്തെക്കാൾ സമാധാനത്തെയും ഇഷ്ടപ്പെട്ടൊരു മനുഷ്യനിൽ നിന്നാണത് വന്നത്. വർഷങ്ങൾ കഴിയുന്തോറും കൂടുതൽ ആളുകൾ അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം അംഗീകരിക്കാൻ തുടങ്ങുന്നു. ഒറ്റയടിക്കല്ല, പക്ഷേ മെല്ലെ, സ്ഥിരതയുള്ളതായി, ഒരു പരിണാമം നടക്കുന്നതുപോലെ. 1860കളുടെ മധ്യത്തോടെ ചാൾസ് ഡാർവിൻ ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് കത്തുകൾ എഴുതുന്ന ഒരു ശാന്തനായ പ്രകൃതിശാസ്ത്രജ്ഞൻ മാത്രമല്ല, ആളുകൾക്ക് പരിചിതനായ ഒരു വ്യക്തിയാണിപ്പോൾ അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന പുസ്തകം പല ഭാഷകളിലേക്കും വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. സർവകലാശാലകളിലും പള്ളികളിലും പത്രങ്ങളിലും കോഫി ഷോപ്പുകളിലും ഇത് ചർച്ച ചെയ്യപ്പെടുന്നു. എല്ലാവർക്കും വ്യത്യസ്ത അഭിപ്രായമാണ്. ചിലർ ആവേശത്തിലാണ്, ചിലർക്ക് ദേഷ്യമുണ്ട്, ചിലർക്ക് ആശയക്കുഴപ്പമുണ്ട്. പക്ഷേ ഡാർവിൻ പ്രവർത്തിക്കുന്നത് പ്രശസ്തിക്കോ ആരെയെങ്കിലും തെറ്റാണെന്ന് തെളിയിക്കാനോ അല്ല, മറിച്ച് അദ്ദേഹത്തിനിപ്പോഴും
ചോദ്യങ്ങൾ ഉള്ളതുകൊണ്ടാണ്. അതിലേറ്റവും വലിയ ഒന്നാണ് മനുഷ്യർ. ദി ഒറിജിൻ ഓഫ് സ്പീഷീസിൽ ഡാർവിൻ ആളുകളെക്കുറിച്ച് പരാമർശിച്ചിട്ടില്ല. മനുഷ്യർ എവിടെ നിന്നാണ് വന്നതെന്ന് തൻ്റെ സിദ്ധാന്തം വിശദീകരിച്ചേക്കാമെന്ന സൂചന നൽകുന്ന ഒരു സൗമ്യമായ വാചകം മാത്രം. അദ്ദേഹം വളരെ ശ്രദ്ധാലുവായിരുന്നു. ഏറ്റവും വലിയ കോളിളക്കം സൃഷ്ടിക്കുന്ന ഭാഗമാണിതെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് വെളിച്ചത്തിൽ കൊണ്ടുവരേണ്ട സമയമെത്തിയിരിക്കുന്നു. 1871 ഡാർവിൻ ദി ഡിസെന്റ് ഓഫ് മാൻ പ്രസിദ്ധീകരിച്ചു. ഇത്തവണ അദ്ദേഹം മടിച്ചു നിൽക്കുന്നില്ല. പലരും ഭയപ്പെട്ടിരുന്ന അല്ലെങ്കിൽ രഹസ്യമായി സ്വയം സംശയിച്ച ആ കാര്യം അദ്ദേഹം വ്യക്തമായി പറയുന്നു. മനുഷ്യർക്കും കുരങ്ങുകൾക്കും ഒരു പൊതുപൂർവികനുണ്ടെന്ന കാര്യം. അതായത് നമ്മൾ ജന്തുലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞിട്ടില്ല. നമ്മൾ മൃഗങ്ങളാണ്, വളരെ ബുദ്ധിയുള്ള മൃഗങ്ങൾ. അതേ തുടർന്നുണ്ടായ വാദപ്രതിവാദങ്ങൾ വലിയ തർക്കത്തിലേക്ക് വഴിയൊരുങ്ങുന്നു. കുരങ്ങുകളുടെ അതേ കുടുംബവൃക്ഷത്തിൽ നിന്നാണ് മനുഷ്യർ വരുന്നതെന്ന് വിക്ടോറിയൻ സമൂഹം സങ്കൽപ്പിക്കാൻ പോലും തയ്യാറല്ല. നൂറ്റാണ്ടുകളായി മനുഷ്യർ മറ്റെല്ലാ ജീവികൾക്കും മുകളിലാണ്, അവർ പ്രത്യേകം സൃഷ്ടിക്കപ്പെട്ടതും പൂർണ്ണമായും വേർപിരിഞ്ഞതുമാണ് എന്നാണ് ആളുകൾ വിശ്വസിച്ചിരുന്നത്. എന്നാൽ ഡാർവിൻ്റെ വാക്കുകൾ അവർക്ക് ഇടിമുഴക്കം പോലെ തോന്നി. മിക്ക സ്കൂൾ പുസ്തകങ്ങളും സ്കിപ്പ് ചെയ്യുന്ന ഒരു വിശദാംശമുണ്ട്. നമ്മൾ കുരങ്ങുകളിൽ നിന്നാണ് വന്നതെന്ന് ഡാർവിൻ പറഞ്ഞിട്ടില്ല. അതൊരു പൊതു മിത്താണ്. കുരങ്ങുകൾക്കും മനുഷ്യർക്കും ഒരു പൊതു പൂർവികനുണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ഒരു ജീവി. അതൊരു കുരങ്ങല്ല, അതൊരു മനുഷ്യനുമല്ല. പക്ഷേ കാലക്രമേണ അതിൻ്റെ പിൻഗാമികൾ ശാഖകളായി പിരിഞ്ഞു. ചിലർ ഗൊറില്ലകളായി, ചിലർ ചിമ്പാൻസികളായി, ഒരു കൂട്ടൻ പതുക്കെ വിചിത്രമായി, നമ്മളായി. എന്നിരുന്നാലും എല്ലാവരും ദേഷ്യപ്പെടുന്നില്ല. ചിലർ ക്യൂറിയസ് ആണ്, ചിലർ തുറന്ന മനസ്സുള്ളവരാണ്, ചിലർ കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നു. പരിണാമ ചാർട്ടുകൾ വരയ്ക്കുന്ന കലാകാരന്മാരുടെ എണ്ണം കൂടി വരികയാണ്. കുമ്പിട്ട കുരങ്ങുകൾ പതുക്കെ നിവർന്നു നിൽക്കുന്ന മനുഷ്യരായി മാറുന്നതിൻ്റെ പ്രശസ്തമായ ചിത്രങ്ങൾ. ആ ചിത്രങ്ങളിൽ ഭൂരിഭാഗവും ലളിതമാണ്. അവ ആളുകളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നു. ഡാർവിൻ വളരെ ശ്രദ്ധാലുവാണ്. അദ്ദേഹം ഒരിക്കലും മോശമായി പെരുമാറാറില്ല, ഒരിക്കലും പരിഹസിക്കാറില്ല. അദ്ദേഹം ശാന്തമായും ദയയോടെയും എഴുതുന്നു. ആളുകൾക്ക് അസ്വസ്ഥതയുണ്ടെന്ന് അവൻ അറിയാം, പക്ഷേ സത്യം ഇപ്പോഴും പറയണമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. ദി ഡിസെന്റ് ഓഫ് മാൻ എന്ന പുസ്തകത്തിൽ അദ്ദേഹം മറ്റൊരു പ്രധാന ആശയം അവതരിപ്പിക്കുന്നു. ലൈംഗിക തെരഞ്ഞെടുപ്പ് അഥവാ സെക്ഷുവൽ സെലക്ഷൻ. സ്കൂളിൽ ഈ ഭാഗം പലപ്പോഴും ഒഴിവാക്കപ്പെടുന്നു, പക്ഷേ അത് ആശയസമ്പന്നവും അതിശയകരവുമായ ഒന്നാണ്. മൃഗങ്ങളിലെ ചില സ്വഭാവവിശേഷങ്ങൾ അതിജീവനത്തിന് ഉപയോഗപ്രദമല്ലെന്ന് ഡാർവിൻ ശ്രദ്ധിച്ചു, പക്ഷേ അവ ഇണകളെ ആകർഷിക്കാൻ സഹായിച്ചു. ഒരു മയിലിൻ്റെ തിളക്കമുള്ള തൂവലുകളെക്കുറിച്ചോ സിംഹത്തിൻ്റെ കട്ടിയുള്ള മേനിയെക്കുറിച്ചോ ചിന്തിച്ചു നോക്കൂ. അവ ആകർഷകമാണ്, അതോടൊപ്പം തന്നെ അപകടകരവുമാണ്, പക്ഷേ അവ സാധ്യതയുള്ള പങ്കാളികളെ ആകർഷിക്കുന്നു. അതിനാൽ ഈ സ്വഭാവവിശേഷങ്ങളും കൈമാറ്റം ചെയ്യപ്പെടുന്നു. ലൈംഗിക തെരഞ്ഞെടുപ്പ് പരിണാമത്തിൻ്റെ ഒരു രണ്ടാം എഞ്ചിൻ പോലെ ആയിരുന്നുവെന്ന് ഡാർവിൻ പറഞ്ഞു. അത് പ്രകൃതി തിരഞ്ഞെടുപ്പിനൊപ്പം പ്രവർത്തിക്കുന്നു. ഡാർവിൻ അതിന് വലിയ അംഗീകാരം നൽകിയോ അതോ കുറച്ചു കൊടുത്തോ എന്ന് ചരിത്രകാരന്മാർ ഇപ്പോഴും ചർച്ച ചെയ്യുന്നു. ഇതിൽ പ്രവർത്തിക്കുന്ന ഡാർവിൻ നിരന്തരം വിമർശനങ്ങൾ നേരിടുന്നു. ചില ശാസ്ത്രജ്ഞന്മാർ ഇപ്പോഴും സംശയത്തിലാണ്. സൃഷ്ടിയിൽ നിന്ന് ദൈവത്തെ ഇല്ലാതാക്കാൻ അദ്ദേഹം ശ്രമിക്കുകയാണെന്ന് മതനേതാക്കൾ പറയുന്നു. സ്വന്തം കുടുംബത്തിൽ പോലും ഈ സംശയങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യ എമ്മ വളരെ മതവിശ്വാസിയാണ്. സ്നേഹത്തോടും ക്ഷമയോടും ചാൾസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ആത്മാവിനും സ്വർഗത്തിനും വിശ്വാസത്തിനും ചാൾസിൻ്റെ സിദ്ധാന്തങ്ങൾ എന്തർത്ഥമാക്കുമെന്ന് അവൾ പോരാടുകയാണ്. എന്നിട്ടും അവരുടെ ദാമ്പത്യം ശക്തമായി തുടരുന്നു.
എല്ലാ കാര്യങ്ങളിലും അവർ യോജിക്കുന്നില്ല, പക്ഷേ അവർ ഒരിക്കൽ ആഴത്തിൽ കരുതുന്നു. എമ്മ അവൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണെന്ന് ഡാർവിൻ ഒരു കത്തിൽ എഴുതുന്നു. അവർ ഒരുമിച്ച് 10 കുട്ടികളെ വളർത്തുന്നു. ചിലർ ശാസ്ത്രജ്ഞരും ചിലർ കലാകാരന്മാരും ചിലർ അടുത്ത തലമുറയിലേക്ക് ഡാർവിൻ എന്ന പേര് നിശബ്ദമായി കൊണ്ടുപോകുന്നു. ഡാർവിൻ പലപ്പോഴും തൻ്റെ പരീക്ഷണങ്ങളിൽ തൻ്റെ കുട്ടികളെ ഉപയോഗിച്ചു. ഭയപ്പെടുത്തുന്ന രീതിയിലല്ല, എന്നാൽ അവർ ശബ്ദങ്ങളോട് എങ്ങനെ പ്രതികരിക്കുന്നു, എങ്ങനെ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നു, എങ്ങനെ കളിക്കുന്നു എന്ന് അദ്ദേഹം നിരീക്ഷിക്കുമായിരുന്നു. സ്വന്തം കുടുംബത്തിൽ പോലും അദ്ദേഹം എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരുന്നു, എപ്പോഴും പഠിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ വില്യം പ്രായോഗികമായി ഒരു ശിശു ഗവേഷണ സഹായിയായിരുന്നു. അതേസമയം ആളുകൾ ഡാർവിന് കത്തുകൾ എഴുതിക്കൊണ്ടേയിരിക്കുന്നു. ചിലർ മര്യാദയുള്ളവരാണ്, ചിലർ കോപാകുലരാണ്, ചിലർ പൂർണ്ണമായും വിഡ്ഢികളാണ്. ഡാർവിൻ അവയെല്ലാം വായിക്കുന്നു, മിക്കവർക്കും മറുപടി നൽകുന്നു. മെയിലുകൾക്ക് മറുപടി നൽകാത്തപ്പോൾ അദ്ദേഹം വീണ്ടും പഠനത്തിലേക്ക് മടങ്ങുകയും പുസ്തകങ്ങൾ എഴുതുകയും ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ അവസാനത്തെ പ്രധാന കൃതികളിലൊന്ന് നിങ്ങൾ ഊഹിച്ചതുപോലെ പുഴുക്കളെക്കുറിച്ചാണ്. 1881 ഡാർവിൻ ദ ഫോർമേഷൻ ഓഫ് വെജിറ്റബിൾ മൗൾഡ് ത്രൂ ദ ആക്ഷൻ ഓഫ് വേംസ് പ്രസിദ്ധീകരിച്ചു. തീർച്ചയായും ഏറ്റവും ആവേശകരമായ തലക്കെട്ടല്ല, എന്നാൽ പുസ്തകം ഒരു അപ്രതീക്ഷിത ഹിറ്റായി മാറുന്നു. മണ്ണിരകൾ നമ്മുടെ കാലിനടിയിലെ മണ്ണിനെ നിരന്തരം രൂപപ്പെടുത്തുന്നു എന്നറിയുന്നതിൽ ആളുകൾ ആകൃഷ്ടരാണ്. ഇലകൾ ഒടിക്കുക, ചത്ത വസ്തുക്കളെ പുതിയ ജീവിതമാക്കി മാറ്റുക, ഭൂമിയെ ഫലഭൂയിഷ്ടമാക്കുക തുടങ്ങിയവ അതിലുൾപ്പെടുന്നു. ഡാർവിനെ സംബന്ധിച്ചിടത്തോളം പുഴുക്കൾ പോലും അത്ഭുതപ്പെടാൻ അർഹരാണ്. ഡാർവിൻ്റെ ജീവിതത്തിലെ ഈ ഭാഗത്തെ ചരിത്രകാരന്മാർ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ജെന്റിൽ ഫെയിം പീരിയഡ് എന്ന് വിളിക്കുന്നു. ചിലർക്ക് അദ്ദേഹം ഇപ്പോഴും വിവാദപരമാണെങ്കിലും അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു. പരിണാമം യഥാർത്ഥമായിരിക്കാമെന്ന് പലരും അംഗീകരിക്കാൻ തുടങ്ങുന്നു. ബീഗിളിൽ പോയതുപോലെ ഡാർവിൻ ഇനി ഒരിക്കലും യാത്ര ചെയ്യുന്നില്ല. അദ്ദേഹത്തിൻ്റെ ആരോഗ്യം ദുർബലമായി തുടരുന്നു. അദ്ദേഹം വലിയ നഗരങ്ങളെ അവയോഗിക്കുന്നു. അദ്ദേഹം ദീർഘനേരം സാവധാനം നടക്കുന്നു, സയൻസ് ജേണലുകൾ വായിക്കുന്നു, പേരക്കുട്ടികളുമായി കളിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സ് മൂർച്ചയുള്ളതായിരുന്നു. ലോകം മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് അവനറിയാം. എത്ര വേഗത്തിലോ എത്ര ദൂരെയോ ആണെന്ന് അദ്ദേഹത്തിന് വലിയ ഉറപ്പില്ല, പക്ഷേ അദ്ദേഹം തന്നേക്കാൾ വലിയൊന്നിൻ്റെ ഭാഗമായിട്ടുണ്ടെന്നറിയാം. ഡാർവിൻ 70കളിൽ എത്തുമ്പോഴേക്കും പരിണാമം ഇനിയൊരു ആശയം മാത്രമല്ല, അതൊരു മുന്നേറ്റമാണ്. സർവകലാശാലകൾ അത് പഠിപ്പിക്കുന്നു, യുവശാസ്ത്രജ്ഞൻ അത് പരീക്ഷിക്കുന്നു, ചിലരിപ്പോഴും അതിനെതിരായി പോരാടുന്നു. എന്നാൽ വേലിയിട്ടും തിരിയുകയാണ്. ഡാർവിൻ അത് സംഭവിക്കുന്നത് കാണുന്നു. പതുക്കെ, പ്രകൃതിയെപ്പോലെ അദ്ദേഹം പുഞ്ചിരിക്കുന്നു. 1882 ഏപ്രിലിലെ ഒരു തണുത്ത വസന്തകാല പ്രഭാതം. ഇപ്പോൾ 73 വയസ്സുള്ള ചാൾസ് ഡാർവിൻ ഡൗൺ ഹൗസിൽ കിടക്കയിൽ കിടക്കുന്നു. ക്ലോക്കുകളുടെ നിശബ്ദമായ ടിക് ടിക് ശബ്ദങ്ങൾ, മരത്തിൻ്റെ മൃദുലമായ കിലുക്കം, സമീപത്തുള്ള കുടുംബത്തിൻ്റെ മൃദുലമായ സംസാരങ്ങൾ എന്നിവയാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. വർഷങ്ങളായി അദ്ദേഹം വയറുവേദന, ഓക്കാനം, ക്ഷീണം എന്നിവയുമായി മല്ലിടുന്നു. എന്നാൽ ഇന്ന് അദ്ദേഹത്തിൻ്റെ ശ്വസനം മന്ദഗതിയിലാകുന്നു, മൃദുവാകുന്നു, പിന്നീടത് മങ്ങുന്നു. ചാൾസ് ഡാർവിൻ ഈ ലോകത്തു നിന്ന് വിടവാങ്ങി. എന്നാൽ അദ്ദേഹത്തിൻ്റെ ചെറിയ പഠനത്തിന് പുറത്ത് അദ്ദേഹം മാറ്റാൻ സഹായിച്ച ലോകം ഇപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആശയങ്ങളോ അവ ശക്തമായ വേരുകൾ വളർത്താൻ തുടങ്ങിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മരണവാർത്ത പ്രചരിക്കുമ്പോൾ പെട്ടെന്ന് ശ്രദ്ധാകേന്ദ്രമായ ഒരു തരംഗമുണ്ടാകുന്നു. പത്രങ്ങൾ അത് ആദരവോടെ റിപ്പോർട്ട് ചെയ്യുന്നു. ഒരിക്കൽ അദ്ദേഹത്തെ പരിഹസിച്ച ചില പത്രങ്ങൾ പോലും അദ്ദേഹത്തെ വാഴ്ത്തുന്നു. ലോകമെമ്പാടും നിന്ന് കത്തുകൾ ഒഴുകിയെത്തുന്നു. സുഹൃത്തുക്കൾ, ശാസ്ത്രജ്ഞർ, വിമർശകർ, ആരാധകർ. പരിണാമത്തെക്കുറിച്ച് അവർ എന്തു വിശ്വസിച്ചാലും മനുഷ്യർ ജീവിതത്തെ മനസ്സിലാക്കുന്ന രീതിയെ മാറ്റിമറിച്ച ഒരു ചിന്തകനായിരുന്നു ഡാർവിൻ എന്ന ആളുകൾ തിരിച്ചറിയുന്നു. അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരം ഒരത്ഭുതകരമായ സംഭവമായി മാറുന്നു. ബ്രിട്ടീഷ് സർക്കാർ ഇടപെട്ട് പറയുന്നു, അദ്ദേഹം വെസ്റ്റ്മിനിസ്റ്റർ ആബിയിൽ ഒരു സ്ഥാനം അർഹിക്കുന്നു. അതൊരു വലിയ കാര്യമാണ്. ബ്രിട്ടീഷ് ചരിത്രത്തിലെ ഏറ്റവും ആദരണീയരായ ആളുകളെ മാത്രമേ അവിടെ അടക്കം ചെയ്തിട്ടുള്ളൂ. കവികൾ, രാജന്മാർ, വീരന്മാർ. ഗുരുത്വാകർഷണം വിശദീകരിച്ച മഹാനായ ശാസ്ത്രജ്ഞനായ
സർ ഐസക് ന്യൂട്ടന് സമീപം ഡാർവിൻ അന്ത്യവിശ്രമം കൊള്ളുന്നു. ഒരിക്കൽ വിരസമായ പ്രഭാഷണങ്ങൾ ഒഴിവാക്കി കാട്ടിൽ വണ്ടുകളെ ഓടിച്ച ഒരാൾക്ക് അത് തികച്ചും നല്ലൊരവസാനമാണ്. എന്നാൽ ഡാർവിൻ്റെ കഥ അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരത്തോടെ അവസാനിക്കുന്നില്ല. വാസ്തവത്തിൽ അത് ആരംഭിക്കുകയായിരുന്നു. അടുത്ത കുറച്ച് ദശകങ്ങളിൽ ശാസ്ത്രജ്ഞർ ഡാർവിൻ്റെ സിദ്ധാന്തം പരീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു. ചിലർ അതിൻ്റെ ചില ഭാഗങ്ങളോട് യോജിക്കുന്നു, മറ്റുള്ളവർ കാണാത്ത ഭാഗങ്ങൾ പൂരിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഡാർവിൻ്റെ കാലത്ത് ഒരു പ്രധാന ഭാഗം നഷ്ടപ്പെട്ടു പോയോ? ജീനുകൾ. നിങ്ങൾക്കറിയാമോ, ഡാർവിന് DNA-യെക്കുറിച്ച് അറിയില്ലായിരുന്നു. 1953 വരെ, അതായത് അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം 70 വർഷത്തിലേറെയായി DNA-യുടെ ഘടന കണ്ടെത്താനായില്ല. അതിനാൽ മാതാപിതാക്കളിൽ നിന്ന് കുട്ടിയിലേക്ക് സ്വഭാവവിശേഷങ്ങൾ എങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്ന് അദ്ദേഹത്തിന് പൂർണ്ണമായി മനസ്സിലായില്ല. അത് സംഭവിച്ചുവെന്ന് അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞു. അദ്ദേഹം അതിനെക്കുറിച്ച് എഴുതി. പക്ഷേ നമ്മുടെ കോശങ്ങൾക്കുള്ളിലെ ചെറിയ യന്ത്രങ്ങൾ, അതപ്പോഴും ഒരു രഹസ്യമായിരുന്നു. ചരിത്രകാരന്മാർ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഡാർവിന് ജീനുകളെക്കുറിച്ച് അറിയാമായിരുന്നെങ്കിലോ? അദ്ദേഹം വ്യത്യസ്തമായി എഴുതുമായിരുന്നു. അദ്ദേഹത്തിന് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകുമായിരുന്നു. ഇതിനുത്തരം നമുക്കൊരിക്കലും അറിയാൻ കഴിയില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ലോകത്തെ ആധുനിക ജനിതകശാസ്ത്രത്തെ സജ്ജമാക്കാൻ സഹായിച്ചു. 1900കളുടെ തുടക്കത്തിൽ പയർച്ചെടികളെക്കുറിച്ചുള്ള ഗ്രിഗർ മെൻഡലിൻ്റെ കൃതികൾ വീണ്ടും കണ്ടെത്തിയപ്പോൾ ശാസ്ത്രജ്ഞർ ഡാർവിൻ്റെ സിദ്ധാന്തത്തെ ജനിതക പാരമ്പര്യവുമായി ബന്ധിപ്പിക്കാൻ തുടങ്ങി. 2 പസിൽ പീസുകൾ ഒടുവിൽ ഒത്തുചേരുന്നതുപോലെയായിരുന്നു അത്. പരിണാമം ഇനിയൊരു നല്ല സിദ്ധാന്തമായിരുന്നില്ല. അതിന് ഗണിതവും തന്മാത്രകളും തെളിവുമുണ്ടായിരുന്നു. അതിനൊരു പുതിയ പേരും ലഭിച്ചു, ആധുനിക സിന്തസിസ്. ഡാർവിൻ്റെ ആശയത്തിൻ്റെ പുതുക്കിയ പതിപ്പാണ് ശാസ്ത്രജ്ഞർ ഇതിനെ വിളിച്ചത്. ഇപ്പോൾ ജനിതകശാസ്ത്രവും ജീവശാസ്ത്രവും ഉപയോഗിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത്. പരിണാമം ആധുനിക ശാസ്ത്രത്തിൻ്റെ നട്ടെല്ലായി മാറി. രോഗം, വാർദ്ധക്യം, മൃഗങ്ങളുടെ പെരുമാറ്റം, വൈറസുകൾ എങ്ങനെ പരിവർത്തനം ചെയ്യപ്പെടുന്നു എന്നിവയെ പോലും വിശദീകരിക്കാൻ ഇത് സഹായിച്ചു. എന്നാൽ എല്ലാം വളരെ ഈസിയായല്ല നടക്കുന്നത്. ഡാർവിൻ്റെ ആശയങ്ങൾ വളച്ചുതച്ചുകയും ദുരുപയോഗം ചെയ്യുകയും ചെയ്തു. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ചിലർ ഏറ്റവും മികച്ചവൻ്റെ അതിജീവനം സമൂഹത്തിൽ പ്രയോഗിക്കാൻ ശ്രമിച്ചു. ചില കൂട്ടം ആളുകൾ മറ്റുള്ളവരെ അപേക്ഷിച്ച് കൂടുതൽ പരിണമിച്ചവരാണ് എന്നവർ വാദിച്ചു. ആ ഭയാനകമായ ആശയം യൂജനിക്സിന് കാരണമായി. നിർബന്ധിത വന്ധ്യകരണങ്ങളും വംശീയ നയങ്ങളും ഉൾപ്പെടെയുള്ള ശരിക്കുമുള്ള ദോഷം വരുത്തിവെച്ച ഒരു പ്രസ്ഥാനം. ഡാർവിൻ ഒരിക്കലും അത്തരം കാര്യങ്ങളെ പിന്തുണച്ചിരുന്നില്ല. വാസ്തവത്തിൽ അദ്ദേഹം അടിമത്തത്തിനും ക്രൂരതയ്ക്കുമെതിരായി സംസാരിച്ചു. എന്നാൽ പല വലിയ ആശയങ്ങളെയും പോലെ പരിണാമത്തെ തെറ്റിദ്ധരിച്ചവരോ സ്വന്തം ഇരുണ്ട ഉദ്ദേശങ്ങൾക്കായി ഉപയോഗിച്ചവരോ ആണ് അത് ഏറ്റെടുത്തത്. ഇന്നും ആളുകൾ ഡാർവിനെക്കുറിച്ച് വാദിക്കുന്നു. ചില സ്ഥലങ്ങളിൽ പരിണാമം അംഗീകരിക്കപ്പെട്ട സ്കൂളുകളിൽ പഠിപ്പിക്കപ്പെടുന്നു. മറ്റു ചില സ്ഥലങ്ങളിൽ അത് നിരോധിക്കപ്പെടുകയോ വെല്ലുവിളിക്കപ്പെടുകയോ ചെയ്യുന്നു. ചിലർ അത് മതത്തിനെതിരാണ് എന്ന് പറയുന്നു. മറ്റു ചിലർ അത് ശാസ്ത്രത്തെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുന്നു. പിരിമുരുകം ഇപ്പോഴും തുടരുന്നു. എന്നാൽ കാലക്രമേണ ഡാർവിനെ ഒരു വിമതനായോ കുഴപ്പക്കാരനായോ അല്ല, മറിച്ച് ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ച് സത്യസന്ധമായ ചോദ്യങ്ങൾ ചോദിച്ച ഒരു വ്യക്തിയായാണ് കൂടുതൽ ആളുകൾ കാണാൻ തുടങ്ങിയത്. അവസാനം ലോകം അതിനുത്തരം നൽകി. ഈ 21-ാം നൂറ്റാണ്ടിലെ ശാസ്ത്രജ്ഞർ പോലും ഡാർവിൻ്റെ പഴയ നോട്ട്ബുക്കുകൾ പഠിക്കുന്നു. അവർ അദ്ദേഹത്തിൻ്റെ കൈയക്ഷരം, ചെറിയ ഡൂഡിലുകൾ, അക്ഷരത്തെറ്റുകൾ പോലും വിശകലനം ചെയ്യുന്നു. അവ ചരിത്രപരമായ നിധി ഭൂപടങ്ങൾ പോലെയാണ്. പരിണാമത്തിൻ്റെ കാടുകളിലൂടെയും ഫോസിലുകളിലൂടെയും അവ നിധി പുതിയ തലമുറയിലെ ചിന്തകരെ നയിക്കുന്നു. ഗാലപ്പഗോസ് ദ്വീപുകളിൽ ഡാർവിൻ കണ്ട അതേ ഫിഞ്ചുകൾ ഇപ്പോൾ തുടർച്ചയായ പരീക്ഷണങ്ങളുടെ ഭാഗമാണ്. ഡാർവിൻ പ്രവചിച്ചതുപോലെ ഗവേഷകർ പക്ഷികളെ ടാഗ് ചെയ്യുന്നു, അവയുടെ കൊക്കുകൾ അളക്കുന്നു, മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളുമായി അവ പൊരുത്തപ്പെടുന്നത് നിരീക്ഷിക്കുന്നു. പരിണാമം ഭൂതകാലത്തിലെ ഒരു സിദ്ധാന്തം മാത്രമല്ല, അതിപ്പോൾ സംഭവിക്കുന്നു, നമ്മുടെ മൂക്കിന് താഴെ. ചില ശാസ്ത്രജ്ഞർ ഡിജിറ്റൽ പരിണാമം പോലും ഉപയോഗിക്കുന്നു. അതെ, കമ്പ്യൂട്ടർ സിമുലേഷനുകൾ. ആയിരക്കണക്കിന് തലമുറകളിൽ മിനിറ്റുകൾക്കുള്ളിൽ
സ്വഭാവവിശേഷങ്ങൾ എങ്ങനെ പരിണമിക്കുന്നുവെന്ന് കാണാൻ. മറ്റുള്ളവർ ലാബുകളിൽ ബാക്ടീരിയകളെക്കുറിച്ച് പഠിക്കുന്നു. അവിടെ മാറ്റങ്ങൾ തത്സമയം കാണാൻ കഴിയും. ഫോസിലുകളുടെയും രേഖാചിത്രങ്ങളുടെയും അടിസ്ഥാനത്തിലുള്ള ഒരു ആശയമായിരുന്ന പരിണാമം ഇപ്പോൾ പെട്രി ഡിഷുകളിലും കമ്പ്യൂട്ടർ ചിപ്പുകളിലും സംഭവിക്കുന്നു. ഇതെല്ലാം കാണുമ്പോഴും പശ്ചാത്തലത്തിൽ തെളിവുകൾ പിന്തുടരുക എന്ന് മന്ത്രിക്കുന്ന നിശബ്ദ ശബ്ദമായി ഡാർവിൻ തുടരുന്നു. ഡൗൺ ഹൗസിന് പിന്നിലെ ആ ശാന്തമായ സാൻഡ്വാക്ക് പാത ഓർക്കുന്നുണ്ടോ? അതിപ്പോഴും അവിടെയുണ്ട്. വിനോദത്തുഹികരികൾ ഇന്നും ഡാർവിൻ്റെ ചുവടുകൾ പിന്തുടർന്ന് അതിലൂടെ നടക്കുന്നു. കാലിനടിയിൽ ഞെരുക്കം അവശേഷിപ്പിക്കുന്നു. പക്ഷികൾ നിലവിളിക്കുന്നു. നിങ്ങൾ കണ്ണുകളടച്ചാൽ വലിയ ഒരു തൊപ്പി ധരിച്ച ആഴത്തിലുള്ള ചിന്തയിൽ ഒരു കൈയിൽ ഒരു നോട്ട്ബുക്കും മറുകൈയിൽ ഒരു പുളയുന്ന പുഴുവുമുള്ള ഒരു താടിയുള്ള മനുഷ്യനെ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയും. ഡാർവിൻ ഒരു പ്രതിഭയായിരുന്നോ അതോ ഒരു സൂക്ഷ്മ നിരീക്ഷകനായിരുന്നോ എന്ന് ചിലർ വാദിക്കുന്നു. ചിലർ പറയുന്നത് അദ്ദേഹം മഹത്വത്തിലേക്ക് ഇടറി വീണുവെന്നാണ്. മറ്റുള്ളവർ പറയുന്നത് അദ്ദേഹം എല്ലായ്പ്പോഴും മിടുക്കനായിരുന്നുവെന്നാണ്. പക്ഷേ അത് രണ്ടുമായിരിക്കാം. പക്ഷേ നമുക്കറിയാവുന്നതിതാണ്, അദ്ദേഹം ഒരിക്കലും ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിർത്തിയിരുന്നില്ല. വണ്ടുകളെ പിന്തുടരുന്ന ഒരു ആൺകുട്ടിയായിട്ടല്ല, ബീഗിളിലെ ഒരു കടൽയാത്രക്കാരനായിട്ടല്ല, ശാന്തമായ ഒരു മുറിയിൽ ചായ കുടിക്കുമ്പോൾ സിദ്ധാന്തങ്ങൾ എഴുതുന്ന ഒരു വൃദ്ധനായിട്ടല്ല. ജീവിതം മാറുന്നു എന്ന ആശയം മാത്രമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ സമ്മാനം. എന്തുകൊണ്ട്, എങ്ങനെ അത് സംഭവിക്കുന്നു എന്ന് ചോദിക്കുന്നത് എല്ലായ്പ്പോഴും വിലപ്പെട്ടതാണ് എന്ന മരന് നേരം തന്നെയായിരുന്നു അത്. ഇപ്പോൾ അദ്ദേഹം മരിച്ച് 140 വർഷങ്ങൾക്ക് ശേഷം ഡാർവിൻ്റെ പേര് ശാസ്ത്രപുസ്തകങ്ങളിലും ജീവശാസ്ത്ര ക്ലാസുകളിലും മ്യൂസിയങ്ങളിലും അതെ ഉറക്കസമയ ചിത്രങ്ങളിലും കാണപ്പെടുന്നു. കാരണം ഏറ്റവും വലിയ ആശയങ്ങൾ വരുന്നത് ഏറ്റവും ശാന്തമായ മനസ്സുകളിൽ നിന്നാണ്. ലോകം 20-21 നൂറ്റാണ്ടുകളിലേക്ക് കടക്കുമ്പോൾ അമ്പരചുംബികളായ കെട്ടിടങ്ങൾ, ബഹിരാകാശ കപ്പലുകൾ, സ്മാർട്ട് ഫോണുകൾ എന്നിവയിലൂടെ കുതിച്ചുയരുമ്പോൾ പോലും ചാൾസ് ഡാർവിൻ്റെ നിശബ്ദ പൈതൃകം ഇപ്പോഴും ജീവിതത്തെക്കുറിച്ച് നമുക്കറിയാവുന്ന എല്ലാത്തിനും കീഴിൽ ഒരു മൃദുവായ കാറ്റുപോലെ കാലത്തിലൂടെ സഞ്ചരിക്കുന്നു. ചരിത്രത്തിലെ മറ്റുള്ളവരെ പോലെ അദ്ദേഹത്തിൻ്റെ പേരും മുഴുങ്ങുന്നില്ല. അദ്ദേഹം സൈന്യങ്ങളെ നയിക്കുകയോ വിപ്ലവങ്ങൾ ആരംഭിക്കുകയോ ചെയ്തില്ല. എന്നാൽ അദ്ദേഹം അതിലേറെ ശക്തമായൊരു കാര്യം ചെയ്തു. അദ്ദേഹം നമ്മളെ തന്നെ കാണുന്ന രീതിയെ മാറ്റിമറിച്ചു. ഡൗൺ ഹൗസിലെ അദ്ദേഹത്തിൻ്റെ അവസാന വർഷങ്ങൾ ശാന്തമായിരുന്നു. കുടുംബം, പൂന്തോട്ട പരിപാലനം, വായന, അതേ സാൻഡ്വാക്ക് പാതയിലൂടെയുള്ള അനന്തമായ നടത്തങ്ങൾ എന്നിവയാൽ നിറഞ്ഞിരുന്നു. ഡാർവിൻ പ്രശസ്തിക്ക് പിന്നാലെ പോയില്ല. വാസ്തവത്തിൽ അദ്ദേഹം അത് ഒഴിവാക്കുന്നു. ആളുകൾ അഭിമുഖങ്ങൾ, പ്രസംഗങ്ങൾ അല്ലെങ്കിൽ പൊതു ചർച്ചയ്ക്കോ ആവശ്യപ്പെടുമ്പോൾ അദ്ദേഹം സാധാരണയായി ഇല്ല എന്ന് പറയും. ആശയങ്ങൾ സംസാരിക്കട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത്. എങ്കിലും അദ്ദേഹം എഴുതിക്കൊണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ അവസാന നാളുകളിൽ പോലും ഡാർവിൻ ഓർക്കിഡുകളെക്കുറിച്ചും മണ്ണിരകളെക്കുറിച്ചും മൃഗങ്ങളിലെ വികാരങ്ങളെക്കുറിച്ചും ചെടികളെക്കുറിച്ചുമെല്ലാം രചനകൾ പ്രസിദ്ധീകരിച്ചു. അദ്ദേഹത്തിൻ്റെ ആകാംക്ഷ എപ്പോഴും മരിച്ചില്ല. ഞാൻ വസ്തുക്കളെ നിരീക്ഷിക്കുന്ന ഒരു തരം യന്ത്രമായി മാറി എന്ന് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു. എന്നാൽ അതിനുമപ്പുറം ചിലതുണ്ടായിരുന്നു. ഡാർവിൻ വെറുതെ വസ്തുക്കൾ ശേഖരിക്കുകയായിരുന്നില്ല. അദ്ദേഹം അവയെ ശ്രദ്ധിച്ചു കേട്ടു, സൂക്ഷ്മമായി നോക്കി. നമ്മളിൽ മിക്കവർക്കും ഇല്ലാത്ത ക്ഷമയോടെ അദ്ദേഹം അവയെ ശേഖരിച്ചിരുന്നു. അദ്ദേഹം ശരിയാണെന്ന് തെളിയിക്കാൻ ശ്രമിക്കുകയായിരുന്നില്ല, മനസ്സിലാക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. പൊതുജനം അദ്ദേഹത്തെ തിരിച്ച് എല്ലായ്പ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. ഡാർവിൻ മതത്തിന് എതിരായിരുന്നു എന്ന് പലരും കരുതി. എന്നാൽ സത്യം അതിനേക്കാൾ സങ്കീർണമാണ്. ദൈവത്തെക്കുറിച്ച് എന്ത് വിശ്വസിക്കണമെന്ന് തനിക്കറിയുകയില്ലെന്ന് അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ അദ്ദേഹം സ്വയം അജ്ഞേയവാദി എന്ന് വിശേഷിപ്പിച്ചു. അതായത് അറിയുന്നവൻ അല്ല എന്ന് അർത്ഥം വരുന്ന വാക്ക്.
അദ്ദേഹം വിശ്വാസത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയായിരുന്നില്ല, തെളിവുകളെ പിന്തുടരാൻ ശ്രമിക്കുകയായിരുന്നു മാത്രം. അദ്ദേഹത്തിന് എന്തെങ്കിലും അറിയില്ല എങ്കിൽ അദ്ദേഹം അത് സമ്മതിച്ചു തരുമായിരുന്നു. അതിലൊരു തരം ധൈര്യമുണ്ട്. ഇന്നും പരിണാമത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വെറും ശാസ്ത്രത്തെക്കുറിച്ചുള്ളതല്ല. അവ വ്യക്തിത്വത്തെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും അജ്ഞാതമായതിനെക്കുറിച്ചുള്ള ഭയത്തെക്കുറിച്ചുമാണ്. ഡാർവിൻ ഇതറിഞ്ഞിരുന്നു. അതുകൊണ്ട് അദ്ദേഹം തൻ്റെ ആശയങ്ങൾ ഒരിക്കലും ഉറക്കെ പറഞ്ഞില്ല. അദ്ദേഹം അവയെ അടിച്ചേൽപ്പിച്ചില്ല. തുറന്ന കൈപോലെ അദ്ദേഹം അവയെ മുന്നോട്ട് വയ്ക്കുക മാത്രം ചെയ്തു. ക്രമേണ ലോകം ആ കൈ പിടിക്കാൻ തുടങ്ങി. ഒരു ദിവസം ബ്രസീലിലെ ഒരു സ്കൂൾ വിദ്യാർത്ഥി ഒരു ഗാലപ്പഗോസ് ഇഗ്വാനയുടെ ചിത്രം കണ്ട് ഹേയ്, അത് വിചിത്രമാണല്ലോ എന്ന് ചിന്തിക്കുന്നു. പിന്നീട് ഡാർവിൻ ഇതേ മൃഗത്തെ കണ്ടിരുന്നു എന്നും അത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു ചോദ്യമുണർത്തിയെന്നും അവർ മനസ്സിലാക്കുന്നു. ഇന്ത്യയിലെ ഒരു ബയോളജി വിദ്യാർത്ഥി ഫിഞ്ചുകളെക്കുറിച്ച് വായിക്കുകയും കാലാവസ്ഥ എങ്ങനെ ചിറകുകളെ ബാധിക്കുന്നു എന്ന് ചിന്തിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. കെനിയയിലെ ഒരു കൗതുകമുള്ള കൗമാരക്കാരൻ മണ്ണിൽ കുഴിക്കുകയും ഒരു വിചിത്രമായ അസ്ഥി കണ്ടെത്തുകയും പുരാതന മനുഷ്യ ഫോസിലുകളെക്കുറിച്ച് പഠിക്കാൻ സ്വപ്നം കാണുകയും ചെയ്യുന്നു. ഡാർവിൻ്റെ ചിന്തകളുടെ അലയൊലി തുടരുന്നു, ശാന്തമായി, സ്ഥിരമായി, ശക്തമായി. ഡാർവിൻ ദിനം എന്നു പേരുള്ള ഒരു ദിനം ഇപ്പോഴുമുണ്ട്. അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ഫെബ്രുവരി 12 എല്ലാ വർഷവും ഇത് ആഘോഷിക്കപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ ജിജ്ഞാസയെയും ശാസ്ത്രത്തെയും ധൈര്യമായ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ധൈര്യത്തെയും ലോകമെമ്പാടുമുള്ള ആളുകൾ ഈ ദിനത്തിൽ ആദരിക്കുന്നു. മ്യൂസിയങ്ങളിലും സ്കൂളുകളിലും സർവകലാശാലകളിലും ശാസ്ത്രമേളകളിലും ഡാർവിൻ്റെ ആശയങ്ങൾ ഇപ്പോഴും ആവേശം ജനിപ്പിക്കുന്നു. ചിലപ്പോൾ അത് വിവാദങ്ങൾക്കും ഇടയാക്കുന്നു. ഡാർവിന് എത്രമാത്രം അംഗീകാരം ലഭിക്കണമെന്ന് ചരിത്രകാരന്മാർ ഇപ്പോഴും ചർച്ച ചെയ്യുന്നു. എങ്കിലും ആൽഫ്രഡ് റസൽ വാലസിന് ഏതാണ്ട് അതേ സമയം തന്നെ സമാനമായ ഒരു ആശയമുണ്ടായിരുന്നു. വാലസിൻ്റെ കത്തില്ലായിരുന്നുവെങ്കിൽ ഡാർവിൻ ഇത് പ്രസിദ്ധീകരിക്കുമായിരുന്നു. ചിലർ അതേ എന്ന് പറയുന്നു, ചിലർ ഇല്ല എന്നും. പ്രകൃതിയെപ്പോലെ ആ ചർച്ചയും വികസിച്ചുകൊണ്ടിരിക്കുന്നു. ഡാർവിൻ്റെ പ്രതിച്ഛായ എങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഇതിലും കൗതുകകരം. ആദ്യകാലങ്ങളിൽ കാർട്ടൂണുകൾ അദ്ദേഹത്തെ പരിഹസിച്ചു, പകുതി മനുഷ്യൻ, പകുതി കുരങ്ങൻ എന്നിങ്ങനെ ചിത്രീകരിച്ചുകൊണ്ട്. ഇപ്പോൾ പ്രതിമകളും ചിത്രങ്ങളും ദയയുള്ള കണ്ണുകളും ഇടതൂർന്ന താടിയുമുള്ള ചിന്താശീലനായ ഒരു മാന്യനെയാണ് കാണിക്കുന്നത്. എന്നാൽ എല്ലാ ബഹുമതികൾക്കും പിന്നിൽ യഥാർത്ഥ ഡാർവിൻ അവിടെ ഇപ്പോഴുമുണ്ട്. പ്രാണികളെ ഇഷ്ടപ്പെട്ടിരുന്ന ലജ്ജാശീലനായ ആ വിദ്യാർത്ഥി, ഫോസിലുകളെയും ഫിഞ്ചുകളെയും ഉറ്റുപോക്കിയ യാത്രികൻ, താൻ മണ്ണിരകളെക്കുറിച്ച് പഠിക്കുമ്പോൾ തൻ്റെ മക്കളെ പൂന്തോട്ടത്തിൽ കളിക്കാൻ അനുവദിച്ച പിതാവ്. അദ്ദേഹം ഒരു സൂപ്പർ ഹീറോ ആയിരുന്നില്ല, ഒരു വില്ലനായിരുന്നില്ല, വെറും ഒരു മനുഷ്യനായിരുന്നു. അത്ര ലളിതമായ ഒരു തുടക്കത്തിൽ നിന്ന് ഏറ്റവും മനോഹരവും അതിശയകരവുമായ അനന്തമായ രൂപങ്ങൾ പരിണമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു. ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന കൃതിയിലെ അവസാന വരികളിൽ ഒന്നാണിത്. ഇതൊരു കവിത പോലെ വായിക്കപ്പെടുന്നു. പ്രകൃതിയെ ഒരു നിമിഷം ചുറ്റും നോക്കിയാൽ ഉറുമ്പുകൾ അണിനിരക്കുന്നതും മരങ്ങൾ ആടുന്നതും പക്ഷികൾ പാടുന്നതും നിങ്ങളുടെ വിരലുകൾ ചലിക്കുന്നത് പോലും അദ്ദേഹം പറഞ്ഞത് ശരിയാണെന്ന് നിങ്ങൾ കാണും. ജീവിതം എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നു, എപ്പോഴും പൊരുത്തപ്പെടുന്നു, എങ്ങനെയോ എപ്പോഴും ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അടുത്ത തവണ നിങ്ങൾ ഒരു അപരിചിതമായ ചെടിയെ നോക്കുമ്പോൾ, അല്ലെങ്കിൽ പൂച്ചകൾ എങ്ങനെയാണ് എപ്പോഴും ഇരുകാലിൽ വീഴുന്നതെന്ന് ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ മനുഷ്യരെന്തിനാണ് ചിരിക്കുകയും കരയുകയും ചെയ്യുന്നതെന്ന് ചിന്തിക്കുമ്പോൾ ഡാർവിനെ ഓർക്കുക. അദ്ദേഹത്തിന് എല്ലാ ഉത്തരങ്ങളും ഉണ്ടായിരുന്നതുകൊണ്ടല്ല, പക്ഷെ ചോദ്യങ്ങൾ ചോദിക്കാൻ അദ്ദേഹത്തിന് ഭയമില്ലായിരുന്നു എന്നതുകൊണ്ടാണ്. ഇപ്പോൾ വെളിച്ചം മങ്ങുകയും നിശബ്ദം അണയുകയും ചെയ്യുമ്പോൾ ഒരു ദീർഘനിശ്വാസമെടുക്കുക. ചാൾസ് ഡാർവിൻ്റെ കഥ ഒടുവിൽ ഇവിടെ അവസാനിച്ചിരിക്കുന്നു.
ഇംഗ്ലണ്ടിലെ ഉറക്കം തൂങ്ങുന്ന പൂന്തോട്ടങ്ങളിൽ നിന്ന് വിദൂര ദ്വീപുകളുടെ പാറക്കെട്ടുകൾ നിറഞ്ഞ തീരങ്ങളിലേക്ക്, നോട്ട്ബുക്കുകളിലൂടെയും ഫോസിലുകളിലൂടെയും ഉത്തരം നൽകാൻ വളരെ വലുതായി തോന്നുന്ന ചോദ്യങ്ങളിലൂടെയും നമ്മൾ അദ്ദേഹത്തോടൊപ്പം വളരെ ദൂരം സഞ്ചരിച്ചു. ഡാർവിൻ ഒരിക്കലും തിടുക്കി കാട്ടിയില്ല. അവൻ പതുക്കെ നടന്നു, പതുക്കെ ചിന്തിച്ചു. പ്രകൃതി അതിൻ്റെ സമയമെടുത്ത് സ്വയം വെളിപ്പെടുത്താൻ അനുവദിച്ചു. മനസ്സിലാക്കാനുള്ള അവസരങ്ങൾ അവൻ പുറത്തേക്ക് തന്നു. പക്ഷേ അതായിരിക്കാം രഹസ്യം. ബഹളങ്ങൾ നിറഞ്ഞൊരു ലോകത്തിൽ നിശ്ചലതയിൽ ഒരു ശക്തിയുണ്ട്. നിരീക്ഷണത്തിൽ, ഭൂമിയുടെ മന്ത്രിക്കലുകൾ ശ്രദ്ധിക്കുന്നതിൽ. ഡൗൺ ഹൗസിന് പിന്നിലെ സാൻഡ്വാക്ക് പാതയെക്കുറിച്ച് ചിന്തിക്കുക. മുകളിലെ ഇലകൾ, ഷൂസിനടിയിലെ മർദ്ദം, പോക്കറ്റിലൊരു നോട്ട്ബുക്ക്, ഹൃദയത്തിലൊരു ചോദ്യം. മനസ്സിലാക്കലിൻ്റെ ഒരു വിപ്ലവം ആരംഭിക്കാൻ അത്രമാത്രമേ വേണ്ടി വന്നുള്ളൂ. ഇപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നാലും ഒരു പുതപ്പിനിടയിൽ ചുരുണ്ടുകൂടി ഇരുട്ടിൽ നിശ്ചലമായി കിടന്ന് ഒരു ഫാനിൻ്റെ മൃദുലമായ മൂളൽ കേട്ട് ഈ അവസാന ചിന്ത നിങ്ങളുടെ മനസ്സിൽ പതുക്കെ പതിയട്ടെ. നിങ്ങളും ഈ കഥയുടെ ഭാഗമാണ്. നക്ഷത്രധൂളിയും അതിജീവനവും കൗതുകകരമായ ചിന്തകളും നിശബ്ദ ധൈര്യവും കൊണ്ടാണ് നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഇഗ്വാനകളെയും ഫിഞ്ചുകളെയും രൂപപ്പെടുത്തിയ അതേ പ്രക്രിയ തന്നെയാണ് നിങ്ങളെയും രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഡാർവിനെ പോലെ ഇന്ന് രാത്രി നിങ്ങൾക്ക് എല്ലാ ഉത്തരങ്ങളും ആവശ്യമില്ല. ചോദിക്കാൻ തുടങ്ങിയ കൗതുകം മാത്രം മതി. ആശ്വാസത്തോടെ ഉറങ്ങൂ. ശുഭരാത്രി.
Thank you.